Namaste. I would like to welcome you all. BPAE 142 Organizational Behavior. ഇന്ന് എടുക്കുന്നത് യൂണിറ്റ് 11 and 12. ആദ്യം യൂണിറ്റ് 11. 11ഉം 12ഉമാണ് എടുക്കുന്നത്. യൂണിറ്റ് 11 നെഗോഷിയേഷൻ, കൺസെപ്റ്റ്, പ്രോസസ് ആൻഡ് അപ്രോച്ചസ്. ഇതാണ് യൂണിറ്റ് 11ന്റെ ഹെഡിങ്. നെഗോഷിയേഷൻ, കൺസെപ്റ്റ്, പ്രോസസ് ആൻഡ് അപ്രോച്ചസ്. അതിൽ വരുന്നത് ഹെഡിങ് നെഗോഷിയേഷൻ, മീഡിയേഷൻ ആൻഡ് ആർബിട്രേഷൻ. അതിൽ ബാറ്റ്ന ആൻഡ് സോപ്പ. ദി പ്രോസസ് ഓഫ് നെഗോഷിയേഷനെ പറ്റി പറയുന്നുണ്ട്. ഡിഫറെന്റ് അപ്രോച്ചസ് ടു നെഗോഷിയേഷനും പറയുന്നുണ്ട്. പിന്നെ ചില കോമൺ ഇതിൻ്റെ നമ്മൾ ഏത് വിധത്തിൽ ഇത് ഡീല് ചെയ്യുന്നു, നമ്മുടെ ക്ലവർന്ന് അതിനെ പറ്റിയിട്ടും വളരെ ടാക്കിൾ ചെയ്യുന്നത് ഏത് വിധമാണ് ഈ ഇത്തരത്തിലുള്ള നെഗോഷിയേഷൻ, അതിനെ പറ്റിയിട്ടും ഈ ഇതിൽ പറയുന്നുണ്ട് യൂണിറ്റിൽ. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ ഇതാണ്. നെഗോഷിയേഷൻ ഈസ് എ ഡിസ്കഷൻ ദി ഒബ്ജക്റ്റീവ് ഓഫ് വിച്ച് ഈസ് ടു റീച്ച് ആൻ അഗ്രിമെന്റ്. നോർമലി അതായത് ഒരു അഗ്രിമെന്റ്, നെഗോഷിയേഷൻ പറയുന്നതാണ് നമ്മളെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒരു അഗ്രിമെന്റിൽ എത്തുന്നതാണല്ലോ ഇത്. അപ്പോൾ പലതും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്ന സമയത്തോ, കാർ വാങ്ങുമ്പോഴോ, വേറെ എന്തെങ്കിലും വാങ്ങുമ്പോഴോ, വീട് വാങ്ങുമ്പോഴോ അത് നെഗോഷിയേറ്റ് ചെയ്യണ്ടേ, പറഞ്ഞത് കൊടുക്കില്ലല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് പോളിസി അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അഗ്രിമെന്റ് ആവാന്ന് വെക്കും അല്ലേ. നോർമലി ദ ഡിസ്കഷൻ ഹാപ്പൻസ് ബിറ്റ്വീൻ പീപ്പിൾ ഹു ഹാവ് ഡിഫറെന്റ് എയിം. ഓരോരുത്തർക്കും ഓരോരോ ഇൻട്രസ്റ്റ് ആണല്ലോ. ഞാനൊരു വീട് വിൽക്കുകയാണെന്ന് വെച്ചാൽ എൻ്റെ എയിം എന്താണ്, കൂടുതൽ പൈസ കിട്ടണമെന്നല്ലേ. അപ്പൊ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. മറ്റുള്ള ആളുടെ എന്തായിരിക്കും, ആദായത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഫോർമൽ നെഗോഷിയേഷൻസ് ആർ യൂഷ്വലി ക്യാരിഡ് ഔട്ട്. ചിലപ്പോൾ നമ്മളെ നിയമപരമായിട്ടുള്ള നെഗോഷിയേഷൻ അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ ചെയ്യും. പിന്നെ ഇൻഫോർമൽ നെഗോഷിയേഷൻ ഉണ്ട്. ക്യാൻ ഹാപ്പൻ എനിവെയർ എനി ടൈം ബിറ്റ്വീൻ എനി വൺ. ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഇപ്പോൾ ടെലിഫോണിലായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ത്രൂ വേറൊരാൾ മുഖാന്തരം ആയിക്കോട്ടെ, അങ്ങനെയും നെഗോഷിയേഷൻ നടക്കും. സോ ടേക്ക് ദി എക്സാമ്പിൾ, നമ്മളെ ഒരു മാരേജ് വിചാരിക്കുക. നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ്, ചിലപ്പോൾ മീഡിയേറ്റർ ഉണ്ടാവില്ലേ ചില സമയത്ത് അല്ലേ. അപ്പൊ അത് മറ്റുള്ളവർ മുഖാന്തരം അന്വേഷിച്ച് പിടിച്ച് ഇപ്പോൾ ആൺകുട്ടിയോ പെൺകുട്ടിയാണെന്ന് വെച്ചാൽ അത് അപ്പൊ അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് എന്താ നെഗോഷിയേഷൻ, അതായത് അവരുടെ എന്താണ് ആവശ്യങ്ങൾ, ഇവരുടെ എന്താ ആവശ്യങ്ങൾ, അതിന്റെ നെഗോഷിയേഷൻ. മനസ്സിലായില്ലേ? യഥാർത്ഥത്തില് നമ്മുടെ ഇവിടെയാണല്ലോ നെഗോഷിയേഷൻ കൂടുതൽ നടക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ അത്ര നെഗോഷിയേഷൻ അല്ല. അവർ ആ ഫാമിലി നോക്കും, അതേമാതിരി നോക്കും, സറൗണ്ടിങ് ഇതൊക്കെ നോക്കും. പക്ഷെ നമ്മുടെ നെഗോഷിയേഷൻ അറിയാലോ എന്താണെന്ന്. നമ്മുടെയൊക്കെ നെഗോഷിയേഷൻ കാരണം എന്താ വെച്ചാൽ ഇത്രത്തോളം കിട്ടും, ആ സമയത്ത് കിട്ടൂ, അവ വാങ്ങുന്നത് മുഴുവൻ വാങ്ങാം എന്നുള്ള ധാരണയാണ്. അതും നെഗോഷിയേഷനാണ്. അപ്പൊ അതിലൊരു ദല്ലാളുണ്ടാവും, അവർക്ക് ഇത്ര വേണം, അവർക്ക് ഇത് വേണം, അല്ലെങ്കിൽ വീട് വേണം എന്നൊക്കെയുള്ള നെഗോഷിയേറ്റ് ചെയ്യുന്ന തേർഡ് പാർട്ടി അല്ലേ. അപ്പൊ അതൊരു നെഗോഷിയേഷൻ അല്ലേ. സോ എനിവേർ എനി ടൈം എത്ര പവൻ സ്വർണം കൊടുക്കും അല്ലേ. അപ്പൊ അതൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ലേ. അല്ലാണ്ട് നമ്മള് ചിലവരുണ്ട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര തരാം, ഇത് സാധിക്കും എന്നൊക്കെ പറയുന്നവർ അങ്ങനെയുണ്ട്. സോ ഫോർ എക്സാമ്പിൾ നെഗോഷിയേഷൻ ക്യാൻ ഹാപ്പൻ ഇൻ സെയിൽസ് ആൻഡ് ലീഗൽ പ്രോസസ്. പിന്നെ വേറൊരു കാര്യം, സെയിൽസിൽ എപ്പോഴും ഉണ്ടാവില്ല. നമ്മളൊരു വീട് വിൽക്കുമ്പോൾ അതിൽ ഒരു നെഗോഷിയേഷൻ ഉണ്ടാവില്ലേ. ബിൽഡിങ് വേറെ എന്തെങ്കിലും ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാവില്ലേ. എന്താണ് ലീഗൽ പ്രൊസീഡിങ്സ്? നോക്കൂ, ഒരു ഡൈവേഴ്സ് ആണ് വിചാരിക്കുക. അത് അങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് എന്താ പറയണ്ടേ, നാളെ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും ഒരു കല്യാണം. അതിന് പ്രൊസീഡിങ്സ് ഇല്ലേ, അതിന് ഡൈവേഴ്സ് ഇതുണ്ട്, ഫാമിലി കോർട്ട് ഉണ്ട്, അതിനുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്, വെയിറ്റിംഗ് പീരിയഡ് ഉണ്ട്, ജഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, അഡ്വക്കേറ്റ്മാരും. പിന്നെ അതിന് പുറമെ ഓരോരുത്തരുടെ ഡിമാൻഡ് എന്താണ്. സപ്പോസ് ഒരു ഡൈവേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് എത്ര പൈസ വേണം, ഇതൊക്കെ വരാം. ലീഗലായിട്ടല്ലേ വരുന്നത്. അത് കഴിഞ്ഞ് ജഡ്ജ്മെന്റ് അല്ലേ, അപ്പൊ ലീഗൽ അല്ലേ അത്. അപ്പൊ അത് നെഗോഷിയേഷൻ അല്ലേ. എനിക്ക് എന്റെ കുട്ടികൾ ഇപ്പൊ കുട്ടികളുണ്ട് വിചാരിക്കുക, ഈ കുട്ടികൾ ആരെ സംരക്ഷിക്കും? അച്ഛൻ സംരക്ഷിക്കും, അമ്മ സംരക്ഷിക്കും. അപ്പൊ അതൊക്കെ വരും ലീഗൽ പ്രൊസീഡിങ്സിൽ. മനസ്സിലായോ? ആൻഡ് ദെൻ ദർ ആർ പീപ്പിൾ ഹു ഹാവ് മേഡ് നെഗോഷിയേഷൻ. പിന്നെ ചിലവരുണ്ട് പ്രൊഫഷണലായിട്ട് നമ്മുടെ കൗൺസിൽ ചെയ്യുന്ന ചിലവരുണ്ടല്ലേ നെഗോഷിയേഷൻ. ചിലർ ആർബിട്രേറ്റേഴ്സ് ഉണ്ടല്ലേ. അതായത് ഇപ്പൊ നോക്കൂ, ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് വിചാരിക്കുക. നിങ്ങൾക്ക് ഞാൻ 4 ലക്ഷം വേണം അല്ലെങ്കിൽ 10 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ കുട്ടിയെ തിരിച്ചു തരൂ. കൊച്ചുകുട്ടിയെ കൊണ്ടുപോയിട്ട് അവിടെ വല്ല കാട്ടിലോ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ഹോസ്റ്റേജ് ആണ് എന്ത് വിചാരിക്കുക. ഈവൻ നമ്മുടെ ടേക്ക് ദി എക്സാമ്പിൾ ഇൻ ഇന്ത്യ, പണ്ട് നമ്മുടെ
ഇന്ത്യൻ എയർലൈൻസിന്റെ ഇതിന്റെ ഒരു പ്ലെയിന് കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോയി അവിടെയും തട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ നെഗോഷിയേറ്റ് ചെയ്യാണ് ചെയ്ത്. മനസ്സിലായില്ലേ? അപ്പൊ അതും സംഭവിക്കും. അപ്പൊ അതിനൊരു മീഡിയേറ്റർ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു അന്തിമ തീരുമാനം എടുക്കും. അപ്പൊ പീസ് നെഗോഷിയേറ്റർ ഉണ്ട് നമ്മുടെ UNO. യുദ്ധങ്ങൾ നടക്കുമ്പോ നമ്മുടെ പണ്ട് പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് നടക്കുന്നത് പീസ് നെഗോഷിയേഷൻ ഉണ്ട്. UNOയുടെ ഇതില് ഇൻവോൾവ്മെന്റ് ചെയ്യും. അപ്പൊ അത് നെഗോഷിയേഷൻ അല്ലേ? അപ്പൊ നെഗോഷിയേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഗെറ്റ് ദി ബെസ്റ്റ് പ്രൈസ് ഫോർ ദ ബെസ്റ്റ് പ്രൊഡക്റ്റ്. അതേമാതിരി വെൻ യു ആർ സെല്ലിങ്, അത് നല്ല ലാഭത്തിൽ വിൽക്കാനും അത് സാധിക്കുന്നു. ആർബിട്രേഷൻ പറഞ്ഞാൽ എന്താണ്? നിങ്ങളും പാർട്ടിയും തമ്മിൽ സാധിച്ചിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളെ ഇൻവോൾവ് ചെയ്യുക. അതിന് ആർബിട്രേഷൻ. അതായത് നമ്മൾ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും തമ്മിൽ മാത്രമല്ല ഒരു അഗ്രിമെന്റ് ആയിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളെയും കൂടി എൻഗേജ് ചെയ്തിട്ട്, അതാണ് ആർബിട്രേഷൻ. പക്ഷെ ആ ആർബിട്രേറ്റർ മൂന്നാമത്തെ ആൾ പറയുന്നത് രണ്ടുപേരും അംഗീകരിക്കണം. മനസ്സിലായില്ല? അങ്ങനത്തെ ആളായിരിക്കണം, അയാൾ ന്യൂട്രൽ ആയിരിക്കണം. അതേമാതിരി ഇപ്പൊ കമ്പനിയിൽ എങ്ങനെയുണ്ട്, അതായത് യൂണിയനും മാനേജ്മെന്റും തമ്മിൽ എന്തെങ്കിലും അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ഇവരെ അഗ്രി ചെയ്തില്ലെങ്കിൽ, യൂണിയൻ അഗ്രി ചെയ്തില്ലെങ്കിൽ ആർബിട്രേറ്ററെ വെച്ചിട്ടും അത് രണ്ടുപേരും അംഗീകരിക്കണം. അതാണ് നെഗോഷിയേഷൻ. ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്കസിങ് സംതിങ് വിത്ത് സമൺ ഇൻ ഓർഡർ ടു റിസോൾവ്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിൽ മാറ്റം. ടു പ്രൊട്ടക്ട് വൺ സെൽഫ് ഇൻട്രസ്റ്റ്, ക്രിയേറ്റ്. പിന്നെ വിൻ വിൻ സിറ്റുവേഷൻ. ഏറ്റവും നല്ല വിധത്തിൽ നമുക്ക് ഏത് ചെയ്യാൻ പറ്റുന്നതാണ് വിൻ വിൻ. അതായത് മാക്സിമം നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ഫോർ ഓൾ ദി സ്റ്റേ, എല്ലാവർക്കും. നമുക്ക് പക്ഷൊരു കാര്യം, നമ്മൾ നമ്മുടെ മാത്രം നോക്കുന്നത് മറ്റുള്ളവരെയും നോക്കണം കേട്ടോ. നമ്മുടെ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഉദാഹരണത്തിൽ നമ്മളെ മോടി പിടിപ്പിച്ചിട്ട് ഒരു കാറ് ആക്സിഡന്റ് ഒരു സെക്കൻഡ് സെയിലാണോ വിചാരിക്കുക, അതുപോലെ ആക്സിഡന്റ് എവിടെയെങ്കിലും ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ട് പെയിന്റ് അടിച്ചായിരിക്കും. എന്നിട്ട് നമ്മൾ ലാഭത്തിൽ വിറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന പാടല്ലേ. നമ്മൾ പറയണം അല്ലല്ലോ ഇത് പുതിയതാണ്, ഒറിജിനൽ ആണെന്ന് പറഞ്ഞ അല്ലേ. അപ്പൊ അതിലൊക്കെ കുറച്ചൊക്കെ എത്തിക്സ് വേണം, പ്രിൻസിപ്പിൾ. സോ വെൻ എ ന്യൂട്രൽ തേർഡ് പാർട്ടി അസിസ്റ്റ് ദി നെഗോഷിയേറ്റിംഗ് പാർട്ടി ടു ഫുൾഫിൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ നെഗോഷിയേഷൻ, ഇറ്റ് ബിക്കം മീഡിയേഷൻ. മൂന്നാമത്തെ ഒരാള്. ഇൻ ദ കേസ് ഓഫ് ആർബിട്രേഷൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്, തേർഡ് പാർട്ടി. ആൻഡ് അപ്പൊ എന്തുണ്ട്, തേർഡ് പാർട്ടി ഒരാളെ അത് പ്രൊഫഷണൽ ആയിരിക്കും, ആള് ഒന്നില്ലെങ്കിൽ നിയമങ്ങൾ അറിയുന്ന ആളുകളായിരിക്കും. അപ്പൊ പക്ഷെ അദ്ദേഹം പറയുന്ന ഈ രണ്ടു കൂട്ടർ അംഗീകരിക്കണം, എന്നാലല്ലേ അത് കോംപ്രമൈസ് ആവും. ദെൻ ഇനി ശ്രദ്ധിച്ചോളൂ, ബാറ്റ്ന ആൻഡ് സോപ്പ. ആദ്യം ബാറ്റ്ന, ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു നെഗോഷിയേറ്റഡ് അഗ്രിമെന്റ്. അതാണ് ബാറ്റ്ന. ബെസ്റ്റ്, ബി ഫോർ ബെസ്റ്റ്, ആൾട്ടർനേറ്റീവ് എ, നെഗോഷിയേറ്റഡ് എൻ, സോറി ആൾട്ടർനേറ്റീവ് ടു, TO, അതാണ് T, നെഗോഷിയേറ്റഡ് എൻ, അഗ്രിമെന്റ് എൻ, എ. സോ വാസ് കോയിൻഡ് ബൈ റോജർ ഫിഷർ, വില്യം ഉറി. 1991 ഹൂ ഫസ്റ്റ് യൂസ് ഇൻ ദർ. അതെ, എന്താണെന്ന് വെച്ചാൽ അതിലെന്താ പറയുന്ന അറിയോ, അവരൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഗെറ്റിംഗ് ബെസ്റ്റ് സെല്ലർ, ഗെറ്റിംഗ് ടു യെസ്, നെഗോഷിയേറ്റിംഗ് വിത്തൗട്ട് ഗിവിംഗ് ഇൻ. നെഗോഷിയേറ്റ് ചെയ്യുക, പക്ഷേ അത് നമ്മളെ പ്രത്യേകം അതിനൊരു സ്കില്ല് വേണം കേട്ടോ. ആർക്കെങ്കിലും പറ്റി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ പറയാതെ കഴിഞ്ഞിട്ട് ഞാൻ ദി നെഗോഷിയേറ്റ് ടു ഗെറ്റ് റിസൾട്ട് ദാറ്റ് ഇസ് ബെറ്റർ. നമ്മളെ ഒരു നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ബെറ്റർ പ്രൈസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബെറ്റർ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലേ നെഗോഷിയേറ്റ് ചെയ്യണേ. സോ അതിനൊരു സ്കില്ല് വേണം. ഇഫ് ദർ ആർ റേഞ്ച് ഓഫ് ഔട്ട്കം ദർ ആർ പോസിബിൾ വിത്തൗട്ട് നെഗോഷിയേഷൻ, വൺ ഓഫ് ദം ഷുഡ് ബി ചൂസൺ ആസ് ദ ബെസ്റ്റ് അമംഗ് ദം. ഇനി നെഗോഷിയേറ്റ് ചെയ്യണ്ട, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കുന്നുണ്ട് പലരും, വളരെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആരാണ് വാങ്ങുന്നത്, ആരാണ് വിൽക്കുന്നത്, അപ്പൊ അവർ തമ്മിലും തീരുമാനിക്കുന്നുണ്ട് ഓരോ പാർട്ടി. മനസ്സിലായില്ലേ? സോ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു ദ നെഗോഷിയേറ്റഡ് അഗ്രിമെന്റ് ആൻഡ് ഇറ്റ് കാൾഡ്. എന്തറിയോ, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റ്നയാണ്, BATNA, അതായത് ബെസ്റ്റ്. നമ്മൾ എത്ര പ്രൈസ്, ഇപ്പൊ ഒരു വീടിന് 75 ലക്ഷം പറഞ്ഞു വിചാരിക്കുക, അപ്പൊ 80 ലക്ഷം പറഞ്ഞ 75 വിചാരിക്കുക, അല്ലെങ്കിൽ 75 ലക്ഷമെങ്കിലും നമ്മുടെ പ്രതീക്ഷയുണ്ട് വിചാരിക്കുക. അതാണ് ബാറ്റ്ന, ഒരാളുടെ എന്റെ ആവശ്യം. പക്ഷെ അതിന്ന് നിങ്ങൾക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ അത് നിങ്ങളുടെ ഗുണങ്ങൾ. പക്ഷെ ഇതെങ്കിലും എനിക്ക് മിനിമം വേണം, അതാണ് ബാറ്റ്ന, ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു നെഗോഷിയേറ്റഡ് അഗ്രിമെന്റ്. അതായിരിക്കണം. പിന്നെ നോ, അപ്പൊ നേരെ മറിച്ച് നിങ്ങളൊരു പ്രൈസ് കൊട്ട് ചെയ്താൽ വേറൊരാൾ അതിനേക്കാളും കൂടുതൽ, ഇപ്പൊ 70 ലക്ഷം നിങ്ങൾ പറഞ്ഞ, 75 ലക്ഷം നിങ്ങൾ പറഞ്ഞ 78 ലക്ഷം തരാനുണ്ടെങ്കിൽ 78 ലക്ഷത്തിന് നിങ്ങൾ അത് വിൽക്കുന്നു. 75 ലക്ഷം 70, അപ്പൊ നിങ്ങളുടെ 3 ലക്ഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പൊ ആ 3 ലക്ഷമാണ് നിങ്ങളുടെ ബാറ്റ്ന.
അതായത് 75 നിങ്ങൾ പ്രതീക്ഷിച്ച് 78 ഒരാൾ തരാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ. അപ്പൊ അതൊക്കെയാണ് ബാറ്റ്ന. ഓക്കെ, അടുത്തത് സോ ദ അതർ പാർട്ടീസ്. ഓക്കെ, നൗ സോപ്പ എന്ന് പറഞ്ഞാൽ അതായത് ഇതിന്ന് അതിലേക്കുള്ള റേഞ്ച് 75 നിന്ന് 78 അല്ലെങ്കിൽ 78 നിന്ന് 80 ഒരാൾ തരാ വിചാരിക്കുക. ആ റേഞ്ച്, ഞാൻ ഈ റേഞ്ചിലാണ് ഇത് വിൽക്കൂ. 50,000 രൂപ മുതൽ 60,000 രൂപയുടെ ഉള്ളില്, ആ റേഞ്ചിനെയാണ് സോപ്പ, സോൺ ഓഫ് പോസിബിൾ എഗ്രിമെന്റ്. അതായത് ഒരു വിധത്തിൽ എഗ്രി ചെയ്യാൻ പറ്റാവുന്നത് ഇത് അങ്ങനെയാണെന്ന് വെച്ചാൽ മാത്രമേ ഉള്ളൂ. നമ്മൾ വാങ്ങിയ കൊടുക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിന്ന് ഇതിലേക്ക് ഇതിന്റെ ഉള്ളിലായിരിക്കണം. അതാണ് സോപ്പ റിസൾട്ട് വെൻ ദർ ഇസ് ഓവർലാപ്പ് ബിറ്റ്വീൻ ഈച്ച് പറഞ്ഞ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ മീനിങ് കേട്ടോ. നൗ ദി പ്രോസസ് ഓഫ് പിന്നെ വേറൊരു കാര്യം, എല്ലാവർക്കും നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ ഞാൻ ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞിട്ട് പോയി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പറട്ടെ ഞാൻ എന്താ കാരണം. നിങ്ങൾ യൂണിയനായിട്ടേ, ഒരു ട്രേഡ് യൂണിയനായിട്ട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക. ഞാൻ വലിയ ക്വാളിഫൈഡ് ആണ്, PhD ആണ് പറഞ്ഞിട്ട് ആ യൂണിയന്റെ മുമ്പിൽ പോയിരുന്ന് വെള്ളം കുടിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ ശ്രദ്ധിക്കണേ കേട്ടോ. ഇത് പറയുന്നത് ഞാനിതിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് പറയുന്നത്, നിങ്ങൾക്ക് അറിയാനുള്ള ഇതാണ് പറയുന്നത്. എന്തറിയോ, ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ആൾ ഓവർ ഇന്ത്യ, HR മാനേജറൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ കേരളത്തിലാവുമ്പോൾ സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്. മിസ്ഗൈഡ് ചെയ്യാൻ പറ്റില്ല ട്രേഡ് യൂണിയനെ. ദി ആർ ഓൾ ഈക്വലി എഡ്യൂക്കേറ്റഡ്. അവർക്ക് ഇന്നലത്തെ ഹൈക്കോടതി ജഡ്ജ്മെന്റ് പോലും അവർക്ക് അറിയാം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അറിയാം. അതുകൊണ്ട് പലപ്പോഴും അത് നമ്മൾ അവരെ മിസ്ഗൈഡ് ചെയ്തിട്ടൊന്നും സാധിക്കില്ല. അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായിട്ട് എല്ലാ വിവരങ്ങളും നമുക്ക് ഉണ്ടായിക്കൊള്ളണം. ലോ അറിഞ്ഞിരിക്കണം HR മാനേജർക്ക്, ഇല്ലെങ്കിൽ വെള്ളം കുടിക്കും ഇവരെ മുമ്പില്. കാരണം എത്രയോ ഡീക്കേഡ്സ് എഗോ I had an opportunity to attend a national conference in Trivandrum, Muscat Hotel. അവിടെ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഒരു ഡയറക്ടർ, ഒരു കമ്പനിയുടെ ഡയറക്ടറെ പേര് പറയുന്നില്ല ഞാൻ, വളരെ ഫേമസ് ആളാണ്. അയാളോട് ഞാൻ ചോദിച്ചു കേരളത്തിൽ വല്ല ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന്. ഞാനപ്പോൾ I was in ചണ്ഡീഗഡ്, കേരളത്തിൽ വല്ല ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുമോ ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു വരാതിരിക്കുക നല്ലതെന്ന് പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ട്രേഡ് യൂണിയന്റെ അറിയാലോ, ഓരോ ഇതില് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അവരുടെ അത് നല്ലുണ്ട് ഓരോ കമ്പനികളിൽ. FACTയിലൊക്കെ അന്ന് 10 യൂണിയനൊക്കെ ഉണ്ടായിരുന്നു, ഓരോരോ കമ്പനി 3-4 യൂണിയൻ. അപ്പൊ ഇവരൊക്കെ പ്ലീസ് ചെയ്യാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളല്ല. അപ്പൊ ഇതിൽ ഏറ്റവും വിഷം പിടിച്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെൽ എക്യുപ്ഡ് ആയിരിക്കണം വിത്ത് നോളജ് ഓഫ് ലേബർ ലോസ്. അതല്ലെങ്കിൽ അവർ നമ്മളെ പഠിപ്പിക്കും. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ ചീത്തയാണോ? അപ്പൊ അതിന്റെ അർത്ഥം ഈക്വലി കോമ്പറ്റന്റ് പേഴ്സൺ ആയിരിക്കണം അത്തരത്തിലുള്ള പോസ്റ്റ് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അവരുടെ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ഉണ്ടാവും ചില സമയത്ത്. വേജസ്, അതിൽ DA, ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, ബേസിക് പേ. അതേമാതിരി അവർ ബോണസിനെ പറ്റി അവർ ചെയ്യും, യൂണിഫോം അലവൻസിനെ പറ്റി പറയും, CCA പറ്റി പറയും. അപ്പോ ഇതൊക്കെ അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നെല്ലാം പരിജ്ഞാനം നമുക്ക് ഉണ്ടാവണം, വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു ദിവസം കൊണ്ടെല്ലാം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരോ ക്ലോസ് എടുക്കാനേ പറ്റൂ. കാരണം ഓരോന്നിൽ തന്നെ കുറെ ഡിസ്കഷൻ നടക്കും, മനസ്സിലായില്ലേ? കാരണം ഓരോ ഡിസ്കഷനിലും കമ്പനിക്ക് കണ്ടമാനം ലയബിലിറ്റി വരുന്നതാണ്, അത് ഓർക്കണം ഈ വേജ് നെഗോഷിയേഷനിൽ. ഇപ്പൊ സാലറി ഞാൻ കൂട്ടും, ഓരോരുത്തർക്ക് 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ കൂട്ടിച്ച് 1000 രൂപ ഉണ്ടാവുമായിരിക്കും. 1000 രൂപ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എത്ര മൾട്ടിപ്ലൈ ചെയ്യുക? അതിന്റെ പ്രൊഡമണ്ടിന്റെ ലയബിലിറ്റിയിൽ PSIയുടെ ലയബിലിറ്റി കമ്പനി എടുക്കണ്ടേ, ഗ്രാറ്റുവിറ്റി കമ്പനി എടുക്കണ്ടേ? അപ്പൊ ലയബിലിറ്റി ഉണ്ടാവും. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ നമ്മളെ ഒരു നെഗോഷിയേഷന് ആദ്യം ആ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആളുണ്ടല്ലോ, കമ്പനിയുടെ ബിഹാഫിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന അയാൾക്ക് നെഗോഷിയേറ്റിംഗ് കപ്പാസിറ്റി വേണം, അറിവ് വേണം. ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, വെള്ളം കുടിക്കും ചില സമയത്ത്. കാരണം മറ്റുള്ളവർ ഓപ്പോസിറ്റിൽ ഇരിക്കുന്ന ആള് നിങ്ങളെ ചില സമയത്ത് പല വിധത്തിൽ നിങ്ങളെ താഴ്ത്താൻ നോക്കും. അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യണം, അത് നിങ്ങൾക്ക് കഴിവണം. മനസ്സിലായില്ലേ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? മനസ്സിലാക്കുക കേട്ടോ, ആരും കഴിവില്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ അതിൽ പ്ലാൻ ചെയ്യണം, പ്രിപ്പറേഷൻ ചെയ്യണം. പിന്നെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് റൂൾ, നിങ്ങളെ ഒരു കളി കളിക്കുകയാണ് ചോദിക്കുക. അപ്പൊ നിങ്ങള് ഇപ്പൊ നമ്മുടെ ഫുട്ബോൾ കളിക്കുക ചോദിക്കും, 2-3-4 ദിവസം മുമ്പ് കണ്ടില്ലേ വേൾഡ് കപ്പ്? അതിന് ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കണം. ഗ്രൗണ്ട് റൂൾസ്. ക്രിക്കറ്റ്
അതിന് റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. അത് അല്ലെങ്കിൽ എന്തായിരിക്കും, തീർന്നല്ലേ പരിപാടി. അല്ലെങ്കിൽ ഓരോ കാർഡ്, റെഡ് കാർഡ് കഴിച്ച് മറ്റേതൊക്കെ പുറത്താക്കും ചില സമയത്ത് അല്ലേ. ബേസിക് റൂൾസ്. ഇപ്പൊ ബാഡ്മിന്റൺ ആയിക്കോട്ടെ, ടെന്നീസ്, അത് നെഗോഷിയേറ്റിന് റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യണം. പിന്നെ ക്ലാരിഫൈ ചെയ്യണം, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. എന്തെങ്കിലും ചോദിച്ചാൽ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. ഒരു പാർട്ടിയോട് നമ്മളെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിന് ഇതുണ്ടോ, ഇത്ര ഇതുണ്ടോ, ഫ്യൂവലിന്റെ ഒരു കാർ വാങ്ങാണെന്ന് വെച്ചാൽ അതിന്റെ കപ്പാസിറ്റി എത്ര, 1 ലിറ്ററിൽ എത്ര കിലോമീറ്റർ ഓടും, അതിന്റെ ക്ലാരിഫിക്കേഷൻ, ജസ്റ്റിഫിക്കേഷൻ കൊടുക്കണം. എന്തുകൊണ്ട് ഇങ്ങനെ ആയില്ല എന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് അങ്ങനെ ആവാഞ്ഞത് എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ. ബാർഗൈനിങ്, വാങ്ങലും കൊടുക്കലും, പ്രോബ്ലം സോൾവിങ്, എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അന്തിമ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോഷർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അവസാനം അത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, അതായത് അന്തിമ തീരുമാനം എടുക്കുന്നു, അതേമാതിരി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. പിന്നെ അപ്പോൾ ടു സജസ്റ്റ് ദ ഫോളോയിങ് ഗൈഡ് ലൈൻ സക്സസ്ഫുൾ നെഗോഷിയേഷൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നെഗോഷിയേറ്റർ ഷുഡ് ബി ക്ലിയർ ഇൻ ഹിസ് പ്രിയോറിറ്റി. നമ്മളെ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം, ആരായി നെഗോഷിയേറ്റ് ചെയ്യാൻ പോണ. പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യരുത്. ഇപ്പോൾ ഒരു യൂണിയൻ, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയണം, യൂണിയൻ മാനേജർ തമ്മിലുള്ള ഡിസ്കഷൻ വിചാരിക്കുക, ഒരു 20 ഡിമാൻഡ് ഉണ്ട് യൂണിയന്റെ വിചാരിക്കുക. ബുദ്ധിമുട്ടുള്ള പോയിന്റ് അവസാനം ചെയ്യാൻ പാടൂ, ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആദ്യം തന്നെ ഹാർഡിൽസ് ആയിരിക്കും, അങ്ങോട്ട് മുമ്പാകം പോയില്ല. അപ്പോൾ വേജ് റിവിഷൻ ആദ്യം തന്നെ കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ എത്തില്ല. വളരെ ടഫായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടതാണത്. നേരെ മറിച്ച് അവിടെ നമുക്ക് യൂണിഫോം അലവൻസ് വേണം, അല്ലെങ്കിൽ സോപ്പ് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം, അങ്ങനെ കൊച്ചു 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 കാര്യങ്ങളില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം എടുക്കുന്നുണ്ട്. എന്നിട്ട് മെല്ലെ 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 സീരിയസിലേക്ക് പോകണം. അതേമാതിരിയാണ് നെഗോഷിയേഷൻ. അല്ലെങ്കിൽ അവിടെ നിൽക്കും, അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് പോയില്ല. സോ ഫ്ലെക്സിബിൾ ആയിരിക്കണം, റിജിഡ് ആവരുത്. ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചിലപ്പോൾ, അല്ല ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് നെഗോഷിയേഷനിൽ. കാരണം ചിലപ്പോൾ ഫ്ലെക്സിബിൾ ആവണം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. പിന്നെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഇതൊക്കെ ഉണ്ടാവും, ഐഡന്റിറ്റി ഇഷ്യൂസ്. പിന്നെ ഈക്വൽ റാങ്കിലുള്ള ആളുകളോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ആളുകളായിരിക്കണം നെഗോഷിയേറ്റ് ചെയ്യുന്ന. മറ്റുള്ള അവിടെ ഒരു പ്രൊപ്പറേറ്റർ ആണെന്ന് ഇവിടെയും പ്രൊപ്പറേറ്റർ ആയിരിക്കും, അവിടെ കമ്പനി സെക്രട്ടറി ആണെന്ന് ഇവിടെയും കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ലോ അറിയുന്ന ആളുകളായിരിക്കും. അങ്ങനെയൊക്കെയാണ്. അടുത്ത ഒബ്ജക്റ്റീവ് ഷുഡ് ബി റിയലിസ്റ്റിക്. നിങ്ങളെ എന്തിനാണ് നെഗോഷിയേറ്റ് അത് അറിഞ്ഞിരിക്കണം എന്തിനാണത്. അത് പിന്നെ കീ ഇൻഫർമേഷൻ ഷുഡ് ബി കളക്റ്റഡ് ത്രൂ റിസർച്ച്. ആദ്യം തന്നെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയെ പറ്റി കൂടുതൽ അറിയണം, എല്ലാ കാര്യങ്ങളും. മനസ്സിലായില്ലേ, എന്താണ് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾ പ്രോപ്പറാണോ, റിലയബിൾ ആണോ, ഹോണസ്റ്റ് ആണോ, ഇതൊക്കെ അറിയണം. അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള വിധത്തിലാണോ, അതുപോലെ സ്മഗിൾഡ് ഗുഡ്സ് ആണോ, ഇതൊക്കെ നിങ്ങൾ റിസർച്ച് കണ്ടുപിടിച്ചിട്ട് ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുക ചെയ്യരുത്. അതുമാതിരി വീട് വേറെ ആരെങ്കിലും പേരുള്ള വീടായിരിക്കും വിൽക്കുക, മനസ്സിലായില്ലേ. സോ ഇറ്റ് വിൽ ബി പ്രുഡന്റ്. മാത്രമല്ല കോസ്റ്റൽ ഏരിയയിൽ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിലായിരിക്കും ചില സമയത്ത് നിങ്ങൾക്ക് നാളെ അത് ഡിമോളിഷ് ചെയ്യാൻ വേണ്ടി പറയും ഗവൺമെന്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ റിസർച്ച് ചെയ്ത് ആദ്യം ചെയ്തിട്ട് അഡ്വാൻസ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ, മനസ്സിലായില്ലേ. എൻവയോൺമെന്റൽ ഇഷ്യൂസും മറ്റേതൊക്കെ ഉണ്ട് പല കാര്യങ്ങളും. അല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ തരിപ്പണാക്കണം, അവർ പൊളിക്കാൻ പറയും, വേണ്ടി പറയും. അറിയാലോ എത്രയോ ഉദാഹരണങ്ങൾ ഇപ്പം ഉണ്ട്. ഇവിടെ കൊച്ചിയിൽ തന്നെ 2-3 നില ബിൽഡിങ്, 12 നില 13 നിലയുള്ള ബിൽഡിംഗ്, ഡൽഹിയിൽ 18 നില 14 നില എന്തോ ഉള്ളത്, അതൊക്കെ തട്ടിവിടും കംപ്ലീറ്റ്. അപ്പൊ വളരെ ശ്രദ്ധാപൂർവം വേണം ഈ നെഗോഷിയേഷനൊക്കെ. അൺകോൺട്രവേഴ്സ്യൽ ആയിരിക്കണം, കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെന്റ് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആർഗ്യുമെന്റ് അടിപിടിയിലല്ല. ഇപ്പൊ നമ്മുടെ യൂണിയനായിട്ടത്, യൂണിയൻ പറയുന്നത് നമ്മുടെ എംപ്ലോയീസ് അല്ലേ. അപ്പൊ ആർഗ്യുമെന്റ് കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം, അല്ലാണ്ട് അവര് വെറുക്കരുത്, അവര് നമ്മളെയും വെറുക്കരുത്. എംപ്ലോയർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെന്റ് വരും, അതല്ലേ രസം. ഇപ്പൊ നമ്മുടെ പാർലമെന്റിൽ കൺസ്ട്രക്റ്റീവ് ആർഗ്യുമെന്റ് ഇല്ലേ, നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് ഇവരൊന്ന് പറയണു, ഒപ്പോസിഷൻ ഒന്ന് പറയുന്നു, റൂളിംഗ് പാർട്ടി പറയുന്നു, ആർഗ്യുമെന്റ് എല്ലാം നടക്കുന്നു അവിടെ, മനസ്സിലായില്ലേ. അവര് ഇങ്ങനെ പറയണു, അല്ലല്ല നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അതൊന്ന് പഠിക്കണം. അല്ലാണ്ട് ഒപ്പോസിഷൻ പറയുന്ന എല്ലാം തെറ്റ്, അല്ല ഞങ്ങൾ പറയുന്ന എല്ലാം ശരി എന്ന് പറഞ്ഞാൽ തീർന്നു പരിപാടി. നമുക്ക് ലേൺ എ ലെസൺ ഫ്രം ദ മിസ്റ്റേക്ക്. തെറ്റ്, ഒരു കൊച്ചുകുട്ടി ജനിച്ചാൽ പെട്ടെന്നാണ് എഴുന്നേറ്റുകയോ, ഇല്ലല്ലോ, മെല്ലെ 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 അല്ലേ എഴുന്നേറ്റുകൂ. അപ്പൊ അതേമാതിരി എല്ലാ കാര്യങ്ങളും തെറ്റുകൾ തിരുത്തപ്പെടണം. അങ്ങനെ അതല്ലേ നല്ലത്. ഇപ്പൊ ഒരു പോളിസി എന്ന് പറയുന്ന ഗവൺമെന്റ് ഒരു പോളിസി ശരിയാവണമെന്നില്ലല്ലോ, അല്ലേ. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യണം, ക്ലാരിഫൈ ചെയ്താൽ മതി എല്ലാവർക്കും.
അവർ വളരെ ഹാപ്പി ആയിരിക്കും. അല്ല പിന്നെ പക്ഷെ ഇവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് ഒരു കാര്യം എടുക്കരുത്. വെൻ വി ആർ നെഗോഷിയേറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഇൻട്രസ്റ്റ് ആണ്, അല്ലാണ്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ല. നിങ്ങളുടെ എല്ലാ ഇൻട്രസ്റ്റ്. അതേപോലെ നമ്മളിപ്പോൾ പാർലമെന്റിലോ അസംബ്ലിയിലോ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാണ്ട് നോട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ. പേര് അല്ലെങ്കിൽ സപ്പോസ് പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഓപ്പോസിഷൻ ലീഡറോ അങ്ങനെയല്ല. അതല്ല, അത് പോസ്റ്റ് ഔട്ട് ഇരിക്കട്ടെ, പക്ഷെ ആശയമാണ് നമ്മളെ ഡിബേറ്റ് ചെയ്യുന്നത് കേട്ടോ, പേഴ്സണലായിട്ടല്ല, ആശയം. നമ്മുടെ എമിനന്റ് സമയത്തിന്റെ അഭാവം കൊണ്ടാണ് പറയാത്തത്. എമിനന്റ് എല്ലാ ഗവൺമെന്റിലും ഏത് ഗവൺമെന്റും സക്സസ് ആണെന്ന് വെച്ചാൽ കൺസ്ട്രക്റ്റീവ് ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ പറ്റൂ. മനസ്സിലായോ? പറയണം ഒരു ഉദാഹരണം. സമയത്തിന്റെ അഭാവം കൊണ്ടല്ലോ മറ്റുള്ള ക്ലാസ്സുകളെന്ന് വെച്ചാൽ പറയാം എനിക്ക്, കാരണം ലിമിറ്റഡ് ടൈം. പക്ഷേ എങ്കിലും ഞാൻ പറയാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം? ഒരു കാലത്ത് നമ്മുടെ മെജോറിറ്റി നമ്മുടെ പാർലമെന്റിൽ കോൺഗ്രസ് ആയിരുന്നു. രാഷ്ട്രീയമല്ല പറയുന്നത്, ആശയമാണ് പറയുന്നത്. കോൺഗ്രസ് ആയിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി, ഫസ്റ്റ് ആൻഡ് ദ ലോങ്സ്റ്റ് ടെനർ, 17 കൊല്ലം പ്രധാനമന്ത്രി ആദ്യത്തെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്ന് ആളുകൾ ഓർമ്മിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരാൾക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല, യു ആർ ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് ലോങ്സ്റ്റ് ഇതുവരെ അയാളാണ്. രണ്ടാമത് അയാളുടെ മകൾ തന്നെയാണ് വരുന്നത് 14 കൊല്ലം. അപ്പൊ പോട്ടെ, അതോടെ ഇരിക്കട്ടെ. ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് നെഹ്റു. യു സി in Parliament Congress, CPM only one member was there, A.K. Gopalan, late A.K. Gopalan. You know, huge majority Congress പാർലമെന്റിൽ. പക്ഷെ ഒപ്പോസിഷനില് ഈ പാർട്ടിക്ക് ഒരു മെമ്പറേ ഉള്ളൂ. ആൻഡ് ഹി കൺസിഡേർഡ് A.K. Gopalan as the opposition leader. അതായത് നിങ്ങൾ വേണം ഒപ്പോസിഷൻ, എന്നെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരുത്തപ്പെടണം. അതായത് ഇഫ് യു വാണ്ട് എൻ്റെ റിസർച്ച് മറ്റേ പ്രൊജക്ട് ഇതായിരുന്നു, ഒരു MC ചാക്ലയുടെ, അതായത് നെഹ്റുവിൻ്റെ ഇതില് ക്യാബിനറ്റില് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അയാളെ പറ്റി എഴുതിയൊരു ബുക്കുണ്ട്. അതിലുണ്ടത്. അതായത് കമലാപതി ത്രിപാഠി ആചാര്യ കൃപലാനി നെഹ്റുവിന്റെ വലിയ ക്രിട്ടിക് ആയിരുന്നു. എന്ത് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ഷിപ്പോട് കൂടുതൽ ക്രിറ്റിസിസം കേട്ടോ, അല്ലാണ്ട് പേഴ്സണലായിട്ടല്ല. നഖശികാന്തം നെഹ്റുവിനെ എതിർക്കും. ആചാര്യ കൃപലാനി. ഓക്കെ, പിന്നെ അപ്പോൾ അത് നെഹ്റു ഒന്ന് കാണുന്നുണ്ട്. നെഹ്റു അത് അപ്രീഷിയേറ്റ് ചെയ്ത ശരി. അല്ലെങ്കിൽ ഞാൻ അവസാനം എന്താണ് ഇത്, ഞാൻ സമ്മറി കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് പറയാണ്. ഉത്തർപ്രദേശിൽ നിന്ന് പിന്നെ ഓൾവേസ് ഡ്യൂറിങ് നെക്സ്റ്റ് ഇലക്ഷൻ നെഹ്റു വാണ്ടഡ് ആൾവേസ് ആദ്യം ചോദിക്കുന്നത് ഈ കൃപലാനി എവിടെയാണ് നിൽക്കുന്നത് ഇലക്ഷന്. അവിടെ അയാളെ നെഹ്റു വീക്ക് കാൻഡിഡേറ്റിനെ നിർത്തും. എന്തിനറിയോ? ഈ ആചാര്യ കൃപലാനി ജയിക്കാൻ. കാരണം ഐ വാണ്ട് ഹിം ഇൻ ദ പാർലമെന്റ്. ഹി ഷുഡ് always debate on each issues and he should rectify me. Otherwise I can also commit mistakes. അപ്പൊ അങ്ങനെയായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ക്രിറ്റിസിസം വേണം, എന്നാലാണ് തെറ്റുകൾ തിരുത്തപ്പെടൂ. അത് ആരായിക്കോട്ടെ, തെറ്റുകൾ നമ്മളെല്ലാവരും ചെയ്യുമല്ലോ, എല്ലാവരും. അത് മനസ്സിലാക്കി പോസിറ്റീവ് എടുത്ത് അത് നമ്മൾ അതുമാതിരി ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് എടുക്കരുത്. ഇൻഡിവിജ്വലായിട്ട് യാതൊന്നും എടുക്കരുത്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് എക്സാമ്പിൾ, നമ്മുടെ പാർലമെന്റ് മന്ദിരം ആക്രമിച്ച സമയത്ത് സോണിയാഗാന്ധിയും അതേമാതിരി അടൽ ബിഹാരി വാജ്പേയി ഉള്ളിലുണ്ടായിരുന്നു. നമ്മുടെ പാർലമെന്റ് മന്ദിരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ. അവസാനം സോണിയാഗാന്ധി ഫസ്റ്റിൽ വാജ്പേയിയോട്, അറിയാലോ നിങ്ങൾ രണ്ടുപേരും ഒപ്പോസിഷൻ ആണെന്ന്, രണ്ട് പാർട്ടി, ഒന്ന് റൂളിംഗ് ഒന്ന് മറ്റേത്. പക്ഷേ സോണിയാഗാന്ധി ആസ്ക്ഡ് ദ വെൽഫെയർ ഓഫ് അടൽ ബിഹാരി വാജ്പേയി. ഹൗ ആർ യു സർ? ആർ യു സേഫ്? നോ പ്രോബ്ലം. കാരണം പാർലമെന്റിന്റെ അവിടെയാണ് വെടിവെട്ടി വെച്ചത്, അന്ന് വെട്ടിയിരുന്നത്. ഫസ്റ്റ് ചോദിച്ചത് അതാണ്. അവിടെ ഒപ്പോസിഷൻ ഒന്നും ഇല്ല, മനുഷ്യ ഇതിൻ്റെ അതാണ് അവിടെ പ്രധാനം. അതാണ് അത്തരത്തിലുള്ള ക്രിറ്റിസിസം ഉണ്ടായെങ്കിലേ നമുക്കൊക്കെ
നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തിരുത്തപ്പെടണം. അപ്പൊ അതൊക്കെ ഇതൊക്കെയാണ് നെഗോഷിയേഷൻ. പിന്നെ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു കൺസിഡർ ഗ്രൗണ്ട് അൺലെസ് യു റിസീവ് സംതിങ് ഇൻ ടേൺ. അപ്പൊ ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യണ സമയത്ത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്ത് കുറച്ച് റെസ്റ്റ് വേണം. അതേമാതിരി ബ്രേക്ക് കണ്ടിന്യൂസ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നെഗോഷിയേറ്റ് ചെയ്തത്. അപ്പൊ യൂണിയൻ ആണെന്ന് വെച്ചാൽ ബാക്കിയുള്ളത് നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ വേണം. അല്ലാണ്ട് കണ്ടിന്യൂസ് രാവിലെ മുതൽ ഇത് തീർത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും നെഗോഷിയേറ്റ് ചെയ്യരുത് കേട്ടോ. ചിലപ്പോ ഇന്ന് വേണം, പിന്നെ അവർക്ക് എന്തെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യണം, നാളെ വരും, അങ്ങനെയൊക്കെ ആയിരിക്കണം. സോ എഗ്രിമെന്റ് ഫൈനലൈസ്, അതെ എഗ്രിമെന്റ് ഫൈനലൈസ് ചെയ്തത് റെക്കോർഡഡ് ആയിരിക്കണം, റൈറ്റിംഗിൽ വേണം, റെക്കോർഡഡ് ആയിരിക്കണം. മനസ്സിലായില്ലേ? സിഗ്നേച്ചർ ചെയ്യണം ആ പാർട്ടി ഈ പാർട്ടി. അതുപോലെ യൂണിയനായിട്ട് അത് എല്ലാവരും സൈൻ ചെയ്യണമല്ലോ. യൂണിയൻ മെമ്പേഴ്സ് സൈൻ ചെയ്യും, മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് സൈൻ ചെയ്യണോ. ദെൻ ഓൺലി ഇറ്റ് വിൽ ബിക്കം ആൻ അഗ്രിമെന്റ്. സോ വൺ ഷുഡ് ബി അസർട്ടീവ്. അതേമാതിരി നെഗോഷിയേറ്റ് ചെയ്യുന്ന ആളൊക്കെ പോസിറ്റീവ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് വേണം. നോട്ട് അഗ്രസീവ്. ദേഷ്യപ്പെടരുത്. മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ എടുത്ത് ചാടരുത്. അഗ്രസീവ് ആവരുത്. യൂണിയനോടും പാടില്ല, അല്ലെങ്കിൽ വേറെയുള്ള പാർട്ടിയോടും ആയിക്കോട്ടെ അവരോട് ദേഷ്യപ്പെടാനൊന്നും പാടില്ല. വളരെ പൊളൈറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ മാത്രമേ പറ്റുന്നു. എന്നിട്ട് ഡീല് ക്ലോസ് ചെയ്യണം. നെഗോഷിയേഷൻ ഷുഡ് ബി അണ്ടർടേക്കിംഗ് ഇൻ എ ടൈം ഫ്രെയിം. പിന്നെ ഇതിനൊക്കെ ടൈം ഫ്രെയിം വേണം. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം. പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് കഴിഞ്ഞിട്ട് ബാക്കി നാളെ, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പ്രൊലോങ് ചെയ്ത് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് അടുത്ത മാസം അത് ചെയ്തത്. അപ്പോഴേക്ക് വ്യത്യാസങ്ങൾ വരും, പ്രൈസ് ഡിഫറൻറ്റ് വരും. ചില സമയത്ത് പെട്രോൾ എന്ന് വിചാരിക്കുക, പെട്രോളിനോട് നമുക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുന്നത് അടുത്ത മാസം ഇന്നത്തെ നെഗോഷിയേറ്റ് ചെയ്ത് അടുത്ത മാസമായിട്ട് എന്താ പെട്രോളിന്റെ വില കൂടല്ലേ? സെയിം വേ എല്ലാം. അപ്പൊ അതൊരു ടൈം ലിമിറ്റ് വേണം. പിന്നെ ഇംപ്ലിമെന്റ് എന്ത് എന്തെങ്കിലും എഗ്രിമെന്റും നമ്മൾ മ്യൂച്വലായിട്ട് ഒരു അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മ്യൂച്വലായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡിജി വന്നതിന് ശേഷം നമ്മുടെ റാഫേൽ വിമാനമൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആദ്യം ഇതേമാതിരി എഗ്രിമെന്റ് കൺസൾട്ട് ചെയ്തു, ഫ്രാൻസും ഇതും കൂടി. അത് കഴിഞ്ഞിട്ട് അവർ അഗ്രി ചെയ്തു. ഇങ്ങനെ ഇംപ്ലിമെന്റേഷൻ ഞങ്ങൾ ആദ്യത്തെ കൊല്ലം ഇത്ര ചെയ്തോളാം, പ്ലെയിന് ചെയ്തോളാം, അത് കഴിഞ്ഞ് ഇത്ര ചെയ്തു. അതേമാതിരി പിന്നെ അത് വന്നു നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു, പൈസ റെമിറ്റ് ചെയ്യുന്നു, അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ എയർഫോഴ്സിൽ അത് പ്ലെയിൻ വന്ന് ജോയിൻ ചെയ്തു, കംപ്ലീറ്റ്. അപ്പൊ അങ്ങനെയാണ് എഗ്രിമെന്റ്. അത് ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ ഷെഡ്യൂൾ വേണം. ഈ കൊല്ലം എത്ര, അല്ലെങ്കിൽ ഈ മാസം എത്ര, അടുത്ത മാസം എത്ര, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് എത്ര, അത് വേണം. അതിന്റെ ഡേറ്റ് എന്തൊക്കെ, അതൊക്കെ എഗ്രിമെന്റിൽ ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റെസ്പെക്ട് ദ ഡിഗ്നിറ്റി യു ടു കീപ്. മനസ്സിലായോ? എന്താ അറിയോ? അപ്പൊ നാളെ നമ്മൾ വേൾഡ് കപ്പ് ജയിച്ചു. എന്തിനാത് പറയാന്ന് പെട്ടെന്ന് എന്തേ ഡിഗ്നിറ്റി? വേൾഡ് കപ്പ് ജയിച്ചപ്പോ ഇന്നത്തെ പത്രം നോക്കിയോളൂ, നമ്മുടെ അർജന്റീനയുടെ ഒരു പ്ലെയർ എന്തോ മോശമായി പെരുമാറി എന്തോണ്. സ്പോർട്സ് എപ്പോഴും സ്പോർട്സ് ആണ്, ആ സ്പിരിറ്റിൽ എടുക്കണം. അർജന്റീനയുടെ ഒരു പ്ലെയർ എന്തോ മോശമായിട്ട് സിഗ്നൽ എന്തോ, അത് പേപ്പറിലുണ്ട്, എനിക്ക് അറിയില്ല, പേപ്പറിലുണ്ട്. പക്ഷെ അത് അയാൾ ഓർക്കാണ് അറിയാതെ എന്തോണ്. പക്ഷെ അത് ഓർക്കണം, ഇത് ഗൾഫ് കൺട്രിയാണ്. അവിടുത്തെ റൂൾസ് റെഗുലേഷൻ ഡിഫറെന്റ് ആണ്, പ്രോട്ടോകോൾ എല്ലാം ഡിഫറെന്റ് ആണ്. മനസ്സിലായി? UAE കിങ് അതേമാതിരികളൊക്കെയാണ്. ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ നമ്മളെ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പരസ്പര ധാരണയും ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായോ? എമോഷണൽ ഇന്റലിജൻസ് ക്യാൻ ഹാവ് ദ ഹോൾ പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. ഇന്റലിജൻസ് വളരെ ബുദ്ധി സാമർഥ്യത്തോടു കൂടി നമ്മള് ചെയ്യണം. ഓക്കെ. പിന്നെ നെഗോഷിയേഷൻ ക്യാൻ ബി സബ് ഡിവൈഡഡ് ഇൻ ടു പിന്നെ പല നെഗോഷിയേഷൻ, ചിലത് അത് ടെക്നിക്കൽ നെഗോഷിയേഷൻ, കമേഴ്സ്യൽ നെഗോഷിയേഷൻ. അപ്പൊ ടെക്നിക്കൽ വേറെ ആളുകളായിരിക്കും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. കാരണം ടെക്നിക്കലി കോമ്പറ്റന്റ് ആളുകളാണ് ടെക്നിക്കൽ ഇത് ടെൻഡർ ഒക്കെ. സോ ഡിസ്ട്രിബ്യൂട്ടീവ് നെഗോഷിയേഷൻ അങ്ങനെ അതും ചെയ്യാം. പലരും ഇത് വരെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വേറുള്ളവരെ, അതും ചെയ്യാം, കുഴപ്പമില്ല. സോ പാർട്ടീസ് പെർസ്യൂ ദാറ്റ് വൺ സൈഡ് ഗെയിൻ. അപ്പൊ ഒരാളുടെ ഗെയിൻ മറ്റുള്ളവരുടെ ലോസ് ചിലപ്പോ ആയിരിക്കാം. ചിലപ്പോൾ നെഗോഷിയേഷൻ അങ്ങനെ വരും, ഒരാള് ലാഭം ഒരാൾക്ക് നഷ്ടം, അങ്ങനെയും വരാം. സോ ദ ബിലീവ് ദാറ്റ് ദർ ഇസ് എ പൈ. എത്ര ബെനിഫിറ്റ് ഉണ്ടോ അതാണല്ലോ എല്ലാവരും നോക്കുക. എനിക്ക് ബെനിഫിറ്റ് കിട്ടിയോന്നല്ലേ ഞാൻ നോക്കുക. അപ്പൊ ചിലപ്പോ വിന്നും ചിലപ്പോ ലോസും ഉണ്ടാകും നെഗോഷിയേഷനില്. അടുത്ത ബൈ കോൺട്രാസ്റ്റ് ഇന്റിഗ്രേറ്റീവ് നെഗോഷിയേഷൻ ക്യാൻ ലീഡ് ടു വിൻ വിൻ. അപ്പൊ നല്ല വിധത്തിലുള്ള നെഗോഷിയേഷനിലെ വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിയൽ. The parties to an integrative negotiation believer that it is possible. നമ്മൾ യൂണിയൻ ആയിട്ട് എത്രയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവസാനം അവർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും
നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യും. പറ്റില്ല, പറ്റും. എന്തുകൊണ്ട് സർ? അപ്പൊ ഇതാണ് അങ്ങനെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോ ബൈ ബൈ എന്ന് പറഞ്ഞ ചായയും കൊടുത്തിട്ട് കൈ കൊടുത്തിട്ടാ പോവുക. നമ്മുടെ അഡ്വക്കേറ്റ് നോക്കൂ, അഡ്വക്കേറ്റുമാരെ ഒരു പാർട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഗൻസ്റ്റ് കോടതിയിൽ വാദിക്കുന്നു, ഒരാൾക്ക് വേണ്ടി ഒരാളുടെ എഗൻസ്റ്റ് വാദിച്ച് പുറത്തു വരുമ്പോൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നു. അപ്പോ അതാണ് പറയുന്നത് കോർഡിയൽ റിലേഷൻ, ഇന്റഗ്രേറ്റീവ് നെഗോഷിയേഷൻ, എവറിഥിങ് ഈസ് പോസിബിൾ in a cordial atmosphere. In such a negotiation, one side gain is necessary from the other side. ചിലപ്പോ ഒരു സൈഡിന് ഗെയിൻ അതുണ്ടാവുമല്ലോ. ഒരു കളിയിൽ ഒരാൾ ജയിക്കും, ഒരാൾ തോൽക്കില്ലേ? അല്ലാണ്ട് എപ്പോഴും ഒരു ടീമാണ് ജയിച്ചുകൊണ്ടിരിക്കുക ഇല്ലല്ലോ. ഇന്റഗ്രേറ്റീവ് അതുമാതിരി നെഗോഷിയേഷൻ അങ്ങനെ തന്നെയാണ്. ഇന്റഗ്രേറ്റീവ് നെഗോഷിയേഷൻ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ആയിരിക്കണം. കുറച്ച് സത്യസന്ധത അതിലെ ഹൈഡ് ചെയ്യാൻ പാടില്ല. അത് വരുന്നുണ്ട്, അപ്പൊ പറയാം. നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ കള്ളത്തരം കാണിക്കാൻ പാടില്ല. കള്ളത്തരം പറയണോ എന്താണെന്ന്? വോക്സ് വാഗൺ ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ, 2-3 വർഷങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചത്? പൊല്യൂഷൻ. അവർ പറഞ്ഞു ഞങ്ങളെ ഇതെല്ലാം സോഫ്റ്റ്വെയർ ഇത് ചെയ്തിട്ടുണ്ട്, യാതൊരു പൊല്യൂഷൻ ഉണ്ടാവില്ല, അങ്ങനെയാണ് ആന ജനന്നൊക്കെ പറഞ്ഞു. പിന്നീട് അമേരിക്കൻ ലബോറട്ടറിയിൽ കണ്ടു, അമേരിക്കയില് ഇതിന് പൊല്യൂഷൻ ഉണ്ട്, ഇവര് തെറ്റാണ്, നുണയാണ് പറഞ്ഞത്. എത്ര ലക്ഷം കോടിയാണ് പെനാൽറ്റി എന്നറിയോ നിങ്ങൾക്ക് അമേരിക്ക ഇട്ടത്? കാരണം ഏറ്റവും കൂടുതൽ വോക്സ് വാങ്ങാൻ വിറ്റത് അമേരിക്കയിലാണ്. ഇവര് ജർമ്മൻ കമ്പനി ഏതാണ് അത്. എന്താ കാരണം എന്ന് വെച്ചാൽ പൊല്യൂഷൻ ഉള്ളത് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ സോഫ്റ്റ്വെയർ എന്തോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും നോ പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് വിറ്റത്. പക്ഷെ പൊല്യൂഷൻ ഉണ്ട് എന്ന് തെളിയിച്ചപ്പോ അതിന് നഷ്ടം പരിഹാരം കംപ്ലീറ്റ് അമേരിക്കൻ കോടതി. എത്ര വണ്ടി വിറ്റിട്ടുണ്ടോ അത്ര പെനാൽറ്റി, ഹ്യൂജ്, സെവറൽ ക്രോസ്. മനസ്സിലായോ? അപ്പൊ ഹൈഡ് ചെയ്ത് അങ്ങനെ ഇരിക്കും സ്ഥിതി. സത്യസന്ധതയോടുകൂടി ട്രാൻസ്പെറന്റ് ആയി ചെയ്യണം എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സം കോമൺ ട്രേറ്റ്സ്. ഇനി അമേരിക്കൻ മാനേജ്മെന്റ് അസോസിയേഷൻ AMA ഹാഡ് ഐഡന്റിഫൈഡ് ദി ഫോളോയിങ് 5 കോമൺ. നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെട്ടെന്ന് ഞാൻ പറയാം, 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം. അതായത് ഹൈ ബാൾ, ലോ ബാൾ. നോക്ക്, ചിലപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് പ്രൈസ് കൂട്ടിക്കും, ഭയങ്കര പ്രൈസ്. എന്നിട്ട് നമ്മളേതാ എ നെഗോഷിയേറ്റർ ഡ്യൂറിംഗ് ദ ടാക്ട് വിൽ സ്റ്റാർട്ട് ദ നെഗോഷിയേഷൻ വിത്ത് എക്സ്ട്രീം ഡിമാൻഡ്, അൺറീസണബിൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ച് ഇങ്ങനെ കീപ്പിട്ടാക്കാൻ വേണ്ടി വരും. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ കണ്ടോ, then you think that the other side is being unreasonable, you need to ask them to revise. അപ്പൊ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി പറയും, ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിട്ട്. പിന്നെ അടുത്ത് ബോഗി എന്ന് പറഞ്ഞാൽ അതായത് റിലേറ്റീവ്ലി അൺഇമ്പോർട്ടന്റ് ആയിട്ട് ചില ഇഷ്യൂ നെഗോഷിയേഷനിൽ കൊണ്ടുവരും, ആവശ്യമില്ലാത്ത ചില ഇഷ്യൂസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്ത് അവസാനം പിന്നെ ശരി സാറേ ഇത് വേണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, സാക്രിഫൈസ് ചെയ്യണു എന്ന് പറഞ്ഞാൽ നമ്മളെ കബളിപ്പിച്ചിട്ട് അങ്ങനെ ചിലരുണ്ട്. ഞങ്ങളുടെ ഡിമാൻഡ് ഇതായിരുന്നു, പോട്ടെ സാറിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ത്യാഗം ചെയ്യുന്നു, നോ പ്രോബ്ലം, നമുക്ക് അഗ്രി. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അടുത്തത് സ്നോ ജോബ്. ഈ നെഗോഷിയേഷൻ വിൽ ഓവർവെൽം, വി വിൽ അൺനെസസറി. ഇവിടെ എന്താ പ്രശ്നം അറിയോ? ആവശ്യമില്ലാത്ത ഓവർലോഡ് ചെയ്ത് ഓരോ ഫാക്ടറി കൊണ്ടുവരും ചിലര്. കുറെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ മെറ്റീരിയൽസ് ഇതാണ്, ഞങ്ങൾക്ക് ഈ ഗുണങ്ങളുണ്ട്, ഞങ്ങൾ എന്നെ കമ്പനിക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറെ ഡീറ്റെയിൽ, ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടുവരും. അതൊന്നും റിലവന്റ് അല്ല. അങ്ങനെയുണ്ട് ചിലവര്. അതിനാണ് സ്നോ ജോബ് എന്ന് പറയുന്നത്. പിന്നെ ഈ നിബിൾ എന്ന് പറയുന്നത് വിൽ ആസ്ക് ഫോർ എ സ്മോൾ കൺസെഷൻ ജസ്റ്റ് ബിഫോർ ദ ഡീൽ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഡീല് നടക്കുന്നതിന് മുമ്പേ തന്നെ കുറച്ചെന്തെങ്കിലും കൺസെഷൻ പിന്നെ ചോദിക്കും. അതേമാതിരി ഡീല് നടക്കുന്നതിന് മുമ്പേ തന്നെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യുക? ടു അവോയ്ഡ് falling into the trap, you need to continuously remind the opposite side. അതായത് ഓരോരോ നെക്ക് എങ്ങനെയൊക്കെയാണ് നമുക്കിത് ആദ്യം കുറച്ച് കൊണ്ടുവരും, വേറെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം പറഞ്ഞിട്ട് ഓരോന്നില്ലേ, അത് തന്നെയാണത് നിബിൾ. ഇനി അടുത്തത് പറയേണ്ടത്, അതായത് നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില കൺസെഷൻ നെഗോഷിയേഷന് മുമ്പേ തന്നെ ചോദിക്കും. നെഗോഷിയേഷന് മുമ്പേ ഇത് എവിടെയാണ് ഡെലിവറി ചെയ്യുക, അല്ലെങ്കിൽ അതെവിടെ ഡെലിവറി, ഷിപ്പിൽ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ചുമ്മാ ഇതിൽ പെട്ടെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ചെറിയ കൺസെഷൻ. നമ്മുടെ നെഗോഷിയേഷൻ മുമ്പ് ഞങ്ങൾ ഇതൊന്ന് ചോദിക്കട്ടെ, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുണ്ട് ചിലവര്.
അപ്പൊ ഇതിനൊക്കെ തോട് ചെയ്യാൻ കഴിവണം. പിന്നെ ലാക്ക് ഓഫ് അതോറിറ്റി. ഇവിടെ ലാക്ക് ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇവിടെ എന്താ അറിയോ, ഈ നെഗോഷിയേറ്റ് ചെയ്യാൻ ആളുണ്ടല്ലോ, അവർക്ക് അതോറിറ്റി വേണം, അല്ലെങ്കിൽ ഇവിടെ ഡിസിഷൻ എടുക്കുക. അതായത് നമ്മൾ തമ്മിൽ അന്യോന്യം നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഡിസിഷൻ ടേക്കിംഗ് എടുക്കാനുള്ള അതോറിറ്റി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുക, എങ്ങനെ അഗ്രിമെന്റ് വരിക? അപ്പൊ അവർ പറയും, അല്ല ഞങ്ങളിത് മാനേജ്മെന്റിനോട് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് വരാം. അങ്ങനെ നടക്കില്ല. നെഗോഷിയേറ്റിന് വരണ സമയത്ത് ഓതറൈസ് പേഴ്സൺസ് വരണം, ഹൂ ഈസ് കോമ്പറ്റന്റ് ഇനഫ് ടു കൺക്ലൂഡ് ദ അഗ്രിമെന്റ്. മനസ്സിലായോ? അല്ലാണ്ട് അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും, ഇവിടെ ചെന്നൈയിലോ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കും മീറ്റിംഗ്. ഞങ്ങൾ തിരിച്ച് ചെന്നൈ പോയിട്ട് അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതല്ല. ബിഫോർ നെഗോഷിയേഷൻ നോക്കൂ, നമ്മുടെ യൂണിയന്റെ എന്താ പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം. ഈ ആരാ യൂണിയനിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത്? യൂണിയന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, ട്രഷറർ, അതേമാതിരി വേറെ ഒന്ന് രണ്ട് ലോവിനെ പറ്റി അറിയുന്ന ആരെങ്കിലും ഒന്ന് രണ്ട് പേര് ഇപ്പുറത്ത്, പേഴ്സണൽ മാനേജർ, അതേമാതിരി മറ്റുള്ള ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സോ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഓതറൈസ്. ഇവർക്കൊക്കെ ഡിസിഷൻ എടുക്കാനുള്ള പവർ ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്റെ അന്തിമ തീരുമാനത്തിന് വേണ്ടി വെറും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകും. അപ്പൊ ദേ ആർ കേപ്പബിൾ, ദേ ആർ എംപവേർഡ് ഫോർ ഫൈനലൈസിംഗ് ദ അഗ്രിമെന്റ്. സോ മാൻ ഹാസ് ബീൻ നെഗോഷിയേറ്റിംഗ് സിൻസ് ടൈം. നമ്മൾ ജനിച്ച മുതൽക്ക് നെഗോഷിയേഷൻ അല്ലേ നമ്മുടെ, അല്ലേ? പ്രൊബബിളി രാജാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും ബിസിനസ് പീപ്പിൾ ഒക്കെ നെഗോഷിയേറ്റ് അല്ലേ, റിസോൾവ് ദർ ഡിഫറൻസ്. ഒരു രാജ്യം മറ്റൊരു, നമ്മൾ പാകിസ്ഥാൻ, ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ലേ? ചൈന ബോർഡർ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ലേ? അല്ലേ? ഇസ്രായേല്, പാലസ്തീൻ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ലേ? യുക്രൈൻ, റഷ്യ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ലേ? ഏത് രാജ്യം നെഗോഷിയേറ്റ് ചെയ്യാത്തത്? ഇറ്റ് ഇൻവോൾവ് പെർsuading the people. Everyone should be good. ഇപ്പൊ മഹാരാഷ്ട്ര, ബെൽഗാം, മഹാരാഷ്ട്ര മറാഠി സ്പീക്കിംഗ് പീപ്പിൾ, ബെൽഗാം, അവിടെ ഇതല്ലേ നെഗോഷിയേഷൻ നടക്കുന്നില്ലേ? നെഗോഷിയേഷൻ ഒന്നല്ല, ചിലർ വിട്ടുതരണം, ചിലർ വിട്ടുതരില്ല. അങ്ങനെ അതൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ജനനം മുതൽ ഇത് ആരംഭിക്കുന്നതാണ് അങ്ങനത്തെ ടസൽസ്. എവരിവൺ ഷുഡ് ബി ഗുഡ്. അപ്പൊ ഓരോരുത്തരും നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ വളരെ കഴിവുള്ള, നമ്മുടെ ഇപ്പൊ കേരളത്തിൽ മുല്ലപ്പെരിയാർ ഡാം നെഗോഷിയേഷൻ അല്ലേ? ഇത് തമിഴ്നാടായിട്ട് നെഗോഷിയേറ്റ് ചെയ്യല്ലേ അത്, അല്ലേ? സോ നെഗോഷിയേഷൻ ഹെൽപ്സ് ടു റീച്ച് അഗ്രിമെന്റ്സ്, മീറ്റ് വൺസ് ഗോൾസ് ആൻഡ് ബിൽഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കും മുല്ലപ്പെരിയാറിന്റെ അഗ്രിമെന്റ് ആയോന്ന്. അതല്ല, അതിൽ പല കാരണങ്ങളുണ്ട്. കാരണം 4-5 ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലെ ഈ വെള്ളം കൊണ്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ വരൾച്ചയാണ് അവിടെ, മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മണ്ണുകൊണ്ടുണ്ടാക്കിയ ഇതാണത്. അതാണ് നമ്മുടെ പേടി. പക്ഷെ അവരെന്താ പറഞ്ഞ വെച്ചാൽ, ഇതിനെന്താ 4-5 ഡിസ്ട്രിക്റ്റിൽ പട്ടിണി കിടക്കും. അതായത് അവിടെ വിളവൊന്നും എടുക്കാൻ പറ്റില്ല. അതാണ് അവരുടെ പ്രശ്നം. അപ്പൊ ഇതൊക്കെ നെഗോഷിയേഷൻ ആണ്. അപ്പൊ ഏതായാലും നെഗോഷിയേറ്റഡ് ആയിട്ട് അവർ ഇത്ര അടിവരെ എന്നൊക്കെ ഇപ്പൊ വളരെ നല്ല കൊടിയിൽ പോകുന്നുണ്ട്. അതേമാതിരി കാവേരി. അപ്പൊ നല്ല റിലേഷൻ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ കോൺഫ്ലിക്റ്റ് എന്തായാലും ഉണ്ടാവും, അത് ഹാർമോണിയസ് വേ നമ്മൾ തിരക്കണം. ഇനി യൂണിറ്റ് 12, ചേഞ്ച് ഈസ് ഇന്നോവേറ്റബിൾ പ്രോസസ് ആൻഡ് മാനേജ്മെന്റ്. ചേഞ്ച് വരില്ലേ? നിങ്ങൾ പണ്ടുണ്ടായിരുന്ന കുട്ടിക്കാലത്തുള്ള ആളുകളാണോ ഇപ്പോൾ? നിങ്ങൾ അന്നത്തെ വിദ്യാഭ്യാസമാണോ ഇന്ന്? പണ്ട് ഞാൻ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവണം, ഇന്ന് അതാണോ? ഇന്ന് വേറെ, ഞാൻ IT-യിൽ പോകും, എവിടെ ജോലി കിട്ടുന്ന അവിടെ പോകും, അല്ലേ? അപ്പൊ പക്ഷെ ചിലവരെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറാൻ തയ്യാറല്ല, അവര് വഴിയിൽ അവിടെ കിടക്കും. റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഉണ്ടെങ്കിൽ, നിങ്ങളെ മാറാനേ തയ്യാറില്ലെങ്കിൽ അവിടെ കിടക്കും, പുരോഗതി ഉണ്ടാവില്ല. അത് പറയാൻ എന്താന്ന്, പണ്ട് കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് എതിർത്തോരാണ് നമ്മളൊക്കെ, മനസ്സിലായില്ലേ? എന്താന്ന് കമ്പ്യൂട്ടറിൽ ഇതിപ്പോ ഞാൻ എങ്ങനെ നിങ്ങളോട് ചെയ്യണം? ഇന്ന് കമ്പ്യൂട്ടർ തോന്നില്ലെങ്കിൽ ഇത് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ? റെയിൽവേ റിസർവേഷൻ എടുക്കാൻ പറ്റുമോ? പ്ലെയിനിൽ റിസർവേഷൻ എടുക്കാൻ പറ്റുമോ? 1 മിനിറ്റ് കൊണ്ട് എല്ലാം നമ്മൾ ഓൺലൈനിലല്ലേ. അപ്പൊ കമ്പ്യൂട്ടറിന്റെ എന്താ സ്ഥിതി? അപ്പൊ പണ്ട് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ലേ? കാൽക്കുലേറ്റർ വന്നപ്പോ LIC-യിൽ എല്ലാവരും പണ്ട് സ്ട്രൈക്കിൽ പോയിരുന്നു. എനിക്കറിയില്ല, പലരും ജനിച്ചിട്ടുണ്ടോ ആ സമയത്ത് അറിയില്ല, കൊച്ചു അറിയില്ല, ഇപ്പൊ യങ്ങർ ജനറേഷൻ. കാരണം അവര് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നു. ക്ലർക്കലിന്റെ ഒക്കെ ജോലി പോകും കാൽക്കുലേറ്റർ വന്നതെന്ന്. കാൽക്കുലേറ്ററും വന്നു, കമ്പ്യൂട്ടറും വന്നു, ഇപ്പൊ റോബോട്ട് വന്നു. അപ്പോഴും പേടി, അയ്യോ ഇനി മനുഷ്യൻ ചെയ്യുന്നത് മെഷീൻ ചെയ്യുമെന്ന്, അല്ലേ? പക്ഷെ അത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ ഒഴുക്കിനെതിരെ നീന്തരുത്. ഒഴുക്കിനോടനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൽപ്പെട്ട ഒഴുക്കിനോടൊപ്പം അങ്ങോട്ട് പോവുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മരമൊക്കെ ചാഞ്ഞു കിടക്കേണ്ട അതിൽ പിടിച്ചിട്ട് രക്ഷപ്പെടും. അല്ലാതെ നദി ഇങ്ങോട്ട് പ്രവഹിക്കുമ്പോൾ അങ്ങോട്ട് നീന്തി എന്താ സ്ഥിതി? അതേമാതിരിയാണ് ചേഞ്ചസും. There should not be any resistance to change. മനസ്സിലായില്ലേ?
അപ്പൊ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ ചേഞ്ചിനെ മാനേജ് ചെയ്യണം അതിനൊക്കെ പറ്റിയുള്ള ചില മോഡൽസ് ആണ്. ചേഞ്ച് ചെയ്ത പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്. ചേഞ്ച് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ, ത്രൂ വിത്ത് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻ. എല്ലാവർക്കും നമുക്കും നോക്കും. നമ്മൾ പണ്ടേ ഇപ്പൊ ചിലർക്ക് സിവിൽ സർവീസിൽ പോകണം, ഇൻഡിവിജ്വൽസിന്, ചിലരെ ഗ്രൂപ്പിന്റെ ഓരോരോ ആഗ്രഹങ്ങളുണ്ട്, ചിലപ്പോൾ ഓർഗനൈസേഷന്റെ ആഗ്രഹങ്ങൾ ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോ സ്റ്റാറ്റസ് കോ ഇൻ ദി റെസ്പോൺസ് ഓഫ് ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടർ. പിന്നെ ഇന്റേണലായിട്ടും വരുന്നു, എക്സ്റ്റേണലായിട്ടും പ്രശ്നങ്ങൾ വരുന്നു ഇല്ലേ? Organizational changes refers to the process as well as effect of changing an organization strategy, structure, process, operational method. ടെക്നോളജി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കൾച്ചർ മാറുന്നു. അതായത് നമ്മള് ഇന്നിപ്പോ ഒരു IT കമ്പനിയിലെ ആന്ധ്രാപ്രദേശിലത്തെ ആളുകളുണ്ടാവും, ഒറീസയിലത്തെ ആളുണ്ടാവും, വെസ്റ്റ് ബംഗാളിലത്തെ ആളുണ്ടാവും, ഇന്ത്യയിലത്തെ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും. അപ്പോൾ ആ കൾച്ചറൊക്കെ നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറാണതേ. അല്ലാണ്ട് ഞാൻ എൻ്റെ കൾച്ചറെ, കേരള കൾച്ചറെ അല്ലെങ്കിൽ ഗുജറാത്തി കൾച്ചറെ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ മഹാരാഷ്ട്രൻ കൾച്ചറെ അഡോപ്റ്റ് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഇൻഫോസിസിലും മറ്റേതിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെ ആളുകളുണ്ട്. അപ്പോൾ എല്ലാ കൾച്ചറും നമ്മുടെയാണെന്ന് മറക്കാതെ നമ്മൾ അതിനോട് കൂടി യോജിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചേഞ്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മാനേജേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ. സർവൈവ് ചെയ്യണം വെച്ചാൽ ചേഞ്ചിനെ മാനേജ് ചെയ്യുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ കമ്പനിക്ക് വളർച്ച ഉണ്ടാവില്ല. അതാണ് അപ്പോഴത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞ് ഓരോരുത്തരെ ഇവര് വാങ്ങി, അല്ലെങ്കിൽ അവര് വാങ്ങി, CEO മാറി, ബാങ്ക് ഇങ്ങനെ അങ്ങനെ ഓരോ. പണ്ട് സ്റ്റേറ്റ് നമ്മുടെ നാഷണൽ ബാങ്ക് ആയിരുന്നു, ഇന്നത്തെ എന്താ പ്രൈവറ്റ് ബാങ്കായി. അപ്പോ എന്തിനാണ് ചേഞ്ചസ്? ചിലപ്പോൾ എക്കണോമിക് സിനോറിയോ ഉണ്ടാവും, കൺസ്യൂമറിന്റെ ആവശ്യം ഉണ്ടാവും, ടെക്നോളജിയുടെ മാറ്റങ്ങൾ ഉണ്ടാവും ചില സമയത്ത്. അപ്പൊ ചേഞ്ചസ് വരില്ലേ? അനലോ ടെക്നോളജി ഡിജിറ്റൽ ടെക്നോളജി മാറണ്ടേ? നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഇത് വാച്ച് നോക്കൂ, മാനുവൽ വാച്ചസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ എന്താണ്, ഡിജിറ്റൽ ആയില്ലേ? അങ്ങനെ ഓരോന്നും. നമ്മുടെ പണ്ടത്തെ അംബാസഡർ കാറ് അല്ലെങ്കിൽ പ്രീമിയർ ഇന്നത്തെ സ്ഥിതി കാർ ഏതാ? ആ കാറ് ഈ കാറൊന്നും നോക്കിയൊക്കെ എവിടെ എത്തിന്ന്. ഇപ്പൊ ചേഞ്ചസ് അല്ലേ ഇതൊക്കെ? ചേഞ്ച് ഇൻ വർക്ക് ഫോഴ്സ്, ചേഞ്ച്. ഇന്നലെ തന്നെ കണ്ടു, ഒരു ഇതിൽ ഞാൻ കണ്ടു 22 കാറോ ഒരാൾക്ക്, 22 കാറൊക്കെയാണ് ഒരാൾക്ക്, നമ്മുടെ ഒരു പ്ലെയർക്ക് 22. അതേമാതിരി ഒരു ഇതിന് തന്നെ അയാളുടെ എന്താ പറയുക, വാച്ച് 21 crores ഒരു വാച്ച്. മനസ്സിലായില്ലേ? ചേഞ്ചസ്, ടെക്നോളജി, കോമ്പറ്റീഷനില്ലേ? എനിക്ക് അങ്ങനെ വേണം, അല്ലെങ്കിൽ അത് വേണം. ഓരോരുത്തർക്കും ആഗ്രഹങ്ങളല്ലേ? അല്ലെങ്കിൽ എൻ്റെ കമ്പനി ഇങ്ങനെ വരണം, ഞങ്ങൾ ഇത്രയാവും, ഞങ്ങൾ നമ്പർ 1 ആവും, ഞങ്ങൾ നമ്പർ 2 ആവും. അപ്പോ ചേഞ്ചസിന്റെ വർക്ക് ഫോഴ്സും മാറണം. നമ്മുടെ ട്രഡീഷണൽ പറ്റില്ല. ട്രെയിൻഡ് വർക്ക് ഫോഴ്സ് ഈസ് വെരി എസെൻഷ്യൽ. ട്രെയിൻഡ് വിദ്യാഭ്യാസം, റിക്രൂട്ട്മെന്റ് പ്രോപ്പർ ആയിരിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം, ക്യാമ്പസ് ഇന്റർവ്യൂ, അങ്ങനെ പലതും. അവർക്ക് ഇൻഫോസിസ് സെലക്ട് ചെയ്തില്ലെങ്കിൽ 6 മാസം ട്രെയിനിങ് ഉണ്ട്. മൈസൂര് IAS സെലക്ട് ചെയ്ത് 6 മാസം ട്രെയിനിങ് ഉണ്ട്. എന്തിനാണ്? നിങ്ങൾ എന്താ അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്യണമെന്ന് പറയണ്ടേ? അറിയണ്ടേ നിങ്ങൾക്ക്? അല്ലാണ്ട് ക്വാളിഫിക്കേഷൻ ആയി അങ്ങോട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ജോലി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിയില്ല. അപ്പൊ ഫേവറബിൾ ക്ലൈമറ്റ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ കാര്യങ്ങളും ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ, ക്രൈസിസ് ഒക്കെ വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ടെക്നോളജിക്കൽ, സ്ട്രക്ചറൽ, ബിഹേവിയർ, നമ്മുടെ സ്വഭാവം മാറിയേ പറ്റൂ. നോക്കൂ, പണ്ട് നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്ന, രാവിലെ 9 മണി പോയി, അല്ലെങ്കിൽ ചന്ദനക്കുറി ഇട്ടിട്ട് 10 മണിക്ക് പോയിട്ട് നമ്മൾ 5 മണിക്ക് 6 മണിക്ക് വരിക. ഇന്ന് പറ്റുമോ? IT പറ്റുമോ? രാത്രി 2 മണി 1 മണി. അപ്പൊ ബിഹേവിയർ മാറിയോ? സ്ത്രീകൾക്ക് അതേമാതിരി തന്നെയല്ലേ? ആണും പെണ്ണോട് വ്യത്യാസമില്ല, എല്ലാവർക്കും അതേമാതിരി ജോലി ചെയ്യണം. ആ ബിഹേവിയർ മാറിയോ? അപ്പൊ അതേമാതിരി സ്ട്രക്ചർ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ഇപ്പൊ ബിൽഡിംഗ് ആയിക്കോട്ടെ, വേറെ AC, ഇതൊക്കെ കൊണ്ട് IT AC ഇല്ലാണ്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ സ്ട്രക്ചറൽ എല്ലാം നമുക്ക് വ്യത്യാസങ്ങൾ വരും, ടെക്നോളജി ഒക്കെ. അപ്പോ ഇന്റഗ്രൽ ഓർഗനൈസേഷൻ അപ്പൊ ഓർഗനൈസേഷന്റെ അതുമാതിരി അവയർനെസ് സെഷൻ, ഓറിയന്റേഷൻ പ്രോഗ്രാം, എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടാത്ത, എല്ലാവർക്കും ഒക്കെ. അതേമാതിരി കസ്റ്റമർക്ക് നമ്മൾ ഇത് കൊടുക്കണം, അവയർനെസ് കൊടുക്കണം, ട്രെയിനിങ് സെഷൻസ് വേണം. അതേമാതിരി നമ്മുടെ ആളുകൾക്ക് റീഫ്രഷർ കോഴ്സ്, ഓറിയന്റേഷൻ പ്രോഗ്രാം, സെമിനാർ, വർക്ക്ഷോപ്പ്, എക്സ്റ്റേണൽ ട്രെയിനിങ്, എക്സിക്യൂട്ടീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇതൊക്കെ കൊടുക്കണം. അങ്ങനെ റെസിസ്റ്റൻസ് ടു ചേഞ്ച് സർവ്വസാധാരണയാണ്. ഞങ്ങൾക്ക് അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറില്ല എന്നൊക്കെ പറയും. അന്ന് അവിടെ തന്നെ ഇരിക്കും. റെസിസ്റ്റൻസ് ക്യാൻ ടേക്ക്, പറയണം, ഞാൻ കുറെ പറഞ്ഞു, മാറ്റം അനിവാര്യമാണ്, നിങ്ങൾ ചേഞ്ച് ചെയ്തേ പറ്റൂ. ദാറ്റ്സ് ഓൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതന്നെ, വേറെ ഒന്നുമില്ല. അതാണ് മീനിങ് മലയാളത്തിൽ പറയാനുള്ളത്. ചേഞ്ചസ് പറഞ്ഞില്ലേ മലയാളത്തില്, ഒഴുക്കിനെതിരെ നീന്തരുതെന്ന്.
ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. പഴയ ജനറേഷനാണോ പുതിയ തലമുറ? ഉദാഹരണം, പണ്ട് നമ്മുടെ യേശുദാസിന്റെ അല്ലെങ്കിൽ ജയചന്ദ്രന്റെ പാട്ടുകളും അവരൊക്കെ ഉണ്ടായിരുന്നു മലയാളത്തിൽ, അല്ലേ? നല്ല 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 മെലോഡിയ. ഇന്നത്തെ ശരിയാ. പക്ഷെ ഇന്നത്തെ ഇത് അവർ ആസ്വദിക്കുന്നുണ്ട്, ന്യൂ ജനറേഷൻ. പക്ഷെ പണ്ടത്തെ വേറെ. പക്ഷെ അപ്പൊ ചേഞ്ചസ് വരും. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് നമ്മുടെ കഴിവ്. മനസ്സിലായില്ലേ? ഓക്കെ. സോ resistant gas manifested as soon as change is introduced might appear very irritating to the introducer of the change. അപ്പൊ ഇതൊക്കെ ഇന്നോവേറ്റബിൾ ആണ്. ഡയറക്റ്റ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. നോക്കൂ, ഡയറക്റ്റ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഫോർ എ പ്രപ്പോസ് ചേഞ്ച് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് വോയിസിങ്. ചിലപ്പോൾ നമ്മൾ എതിര് പറയും, അയ്യോ ഇത് അങ്ങനെ പാടില്ല, അതല്ലേ നമ്മുടെ സമരമൊക്കെ ചെയ്യാറ്. അങ്ങനെ എങ്ങനെയോ നമ്മുടെ ബാങ്ക് പ്രൈവറ്റൈസ് ചെയ്താൽ ഞങ്ങളുടെ ജോലി പോവും, പ്രൈവറ്റിന് അങ്ങനെ കൊടുക്കരുത് എന്നൊക്കെ പറയുന്നില്ല. അപ്പൊ അവർക്ക് ഒരു പേടിയുണ്ട്, ജോലി പോവുക, അതൊക്കെയുള്ള. അതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? സോ ഓരോരോ ചേഞ്ചസ് വരുമ്പോൾ പേടിയുണ്ട്. കണ്ടില്ലേ, നമ്മള് പെട്ടെന്ന് 10,000 ആളെ വിട്ട് മാറ്റി. ഇന്നലെ ഡൽഹിയിൽ 300 നേഴ്സുമാരെ പറഞ്ഞു. അപ്പൊ ഇതിന് ചില സമയത്ത് വോയിസിങ് കംപ്ലൈന്റ് അവര് പറയും, ഞങ്ങൾ 10-13 വർഷം ഇവിടെ ജോലി ചെയ്താണ്, കോവിഡ് ടീമിൽ ഞങ്ങളെ മരണം മുമ്പിൽ കണ്ടിട്ട് എന്താ പറയുക, അതേമാതിരി നമ്മൾ പ്രവർത്തിച്ചതാണ്. കോവിഡ് ടൈമിൽ ഓരോരുത്തർ ട്രീറ്റ് ചെയ്താണ്. അവര് പറയല്ലോ, പറയാൻ കംപ്ലൈന്റ് പറയും, ഞങ്ങൾക്ക് ജോലി തരണം. അവര് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? സോ അതിൽ നമ്മൾ ബാഡായിട്ട് കാണരുത്, പോസിറ്റീവായിട്ട് കാണാം. സോ immediately strike change of introduce. Okay, അപ്പൊ അത് in such case it become immediately evident that someone has become aggrieved due to introduction. ചിലവരുടെ ഇൻട്രൊഡക്ഷൻ ആകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പൊ കമ്പനികളിൽ നിന്ന് ചില മാറ്റങ്ങൾ വരില്ലേ? ആരാണ് സിഇഒ? അല്ലെങ്കിൽ അവിടെയും ചില സമയത്ത് കോൺഫ്ലിക്റ്റ് വരും. ചില സമയത്ത് ചിലപ്പോൾ അഗ്രീഡ് ആവും, ചിലർ രാജിവെച്ച് പോകും. ഇതൊക്കെ ഉണ്ട്. ചില ആർമിയിൽ തന്നെ നമ്മൾ സീനിയർ മോസ്റ്റ് ആവണമെന്നില്ല, DGP സീനിയർ മോസ്റ്റ് ആവണമെന്നുണ്ടോ? ഇല്ലല്ലോ. അത് അങ്ങനെ വരും. ചില സമയത്ത് 3-4 ലെവലിൽ കീപ്പിട്ടുള്ള ആൾ മുകളിൽ വരും. അതൊക്കെ പല കാര്യങ്ങൾ, പല ആംഗിൾ നോക്കിയിട്ടാണത്. സോ ദ ഓർഗനൈസേഷൻ ഓഫൻ ഡസ് നോട്ട് ഗെറ്റ് ദിസ് ബെനിഫിറ്റ് ഇൻ ദിസ് കേസ്. അപ്പൊ അതേമാതിരി സച്ച് റെസിസ്റ്റൻസ് മേ ബി ഇൻ ദ ഫോം ഓഫ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് ദ ജോബ്. അപ്പൊ ചിലവർക്ക് എന്താ പേടി, എന്റെ ജോബ് പോവുമെന്ന്. ഈ ചേഞ്ചസ് വരുമ്പോ എന്റെ ജോബ് പോവുക, അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അങ്ങനെ. കാരണം എന്താ വെച്ചാൽ, അയ്യോ ഞാൻ ഇതാണ് ചെയ്തത്, അത് ഇനിയിപ്പോ നമ്മുടെ പണ്ട് നമ്മുടെ വില്ലേജ് ഓഫീസില് നമ്മൾ പോയിട്ട് അളന്ന് ഓരോരോ സ്ഥലങ്ങൾ തിട്ടപ്പെടുത്തി. ഇപ്പൊ ഡിജിറ്റൽ എന്താ പറയണ്ടേ, എന്തൊക്കെ പറയുന്നത്, സാറ്റലൈറ്റ് മുഖാന്തരം എന്തൊക്കെയാണ് ഇപ്പൊ നോക്കൂ. അപ്പൊ എല്ലാവർക്കും എന്ത് പേടി, അയ്യോ ഈ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി നമ്മുടെ ജോലി പോവുക, ഇല്ലേ? അപ്പൊ ഈ അളക്കുന്ന ആളുകളും അതേമാതിരി വില്ലേജ് ഏജന്റും ഒക്കെ എവിടെ പോകും എന്നുള്ള ധാരണ ഒരു പേടി ഉണ്ടാവല്ലോ. അതപ്പോ ചിലപ്പോൾ ഒരു റെസിസ്റ്റൻസ് വരും. അപ്പൊ അത് സർവ്വസാധാരണയാണ്. അവരുടെ ജോബല്ലേ, അവർ ജീവിക്കണ്ടേ, അത് ഓരോരുത്തരുത്. സോ ലോ ലെവൽസ് ഓർഗനൈസേഷൻ സിറ്റിസൺ ബിഹേവിയർ ഡിഗ്രി കമ്മിറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ചില നമുക്ക് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് തോന്നില്ല. ആ ജോലി എന്റെ ജോലി പോവോ എനിക്കറിയില്ല. അതേമാതിരി ഈ കമ്പനി വേറൊരു കമ്പനി എടുത്താൽ എന്റെ ജോലി പോവോ. അതേമാതിരി ഓരോ ഫിലിം സീരീസ് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യില്ല. കമ്പനി ഓരോന്ന ഒരു ഊഹാപോഹം ഇവര് മറ്റുള്ളവരെ കമ്പനി പറ്റിയിട്ട് അങ്ങോട്ട് പറയും, അവരിങ്ങോട്ട് പറയും. ഓർഗനൈസേഷന്റെ ഔട്ട്സൈഡേഴ്സിനോടൊക്കെ ബാഡ് ഇംപ്രഷൻ വരും. കാരണം ചിലപ്പോ നമ്മുടെ ചില സമയത്ത് ഞാനൊരു ജോലി ചെയ്യുന്ന സമയത്ത് ആ കമ്പനി പെട്ടെന്ന് കത്തിപ്പോയി, ഒരു പർട്ടിക്കുലർ ഭയങ്കര ഒരു 400 കോടി 500 അന്ന്. പക്ഷെ അപ്പൊ ജനങ്ങൾക്ക് അവിടെ എന്താ എംപ്ലോയീസിന് പ്രശ്നം വെച്ചാൽ ഞങ്ങളെ പിരിച്ചുവിടുവന്നു. അപ്പോൾ ഈവൻ നമ്മുടെ പ്രൈം മിനിസ്റ്ററും അന്നത്തെ പ്രൈം മിനിസ്റ്ററും അതേമാതിരി IT മിനിസ്റ്ററൊക്കെ വന്നിട്ട് പറഞ്ഞു, നോ, 2 കൊല്ലം വരെ ഇനി രണ്ടാമത് റീബിൽഡ് ചെയ്യാൻ 2 കൊല്ലം എടുത്താലും ശരി, നിങ്ങൾ വീട്ടിലിരുന്നാലും ശമ്പളം ഞങ്ങൾ തരും. അതുമാതിരി ചെയ്തു. ചിലര് രാജിവെച്ച് പോയി. അത് വന്നിട്ട് വേറെ എവിടെയെങ്കിലും സിംഗാപ്പൂരും മറ്റേ, അത് വേറെ കാര്യം. ഒരാളെയും പിരിച്ചുവിട്ടില്ല. കാരണം എന്തറിയോ, ട്രെയിൻഡ് മാൻ പവർ ആണ്. അവര് പോയാൽ അത്രത്തോളം ടെക്നോളജി എങ്ങനെ പിന്നെ ഡെവലപ്പ് ചെയ്യുക? പുതിയ ആളുകൾ പിന്നെ അതേമാതിരി നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. ഓരോരുത്തർ ഫോറിൻ കൊണ്ടിട്ട് 1 കൊല്ലം 2 കൊല്ലമൊക്കെ ട്രെയിൻ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, 2 കൊല്ലമൊക്കെ. അപ്പൊ അങ്ങനത്തെ ആളുകളെ ഹ്യൂമൻ റിസോഴ്സ് ദ റിയൽ അസറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. മനസ്സിലായില്ലേ? അപ്പോ റെസിസ്റ്റൻസ് വരും. അപ്പൊ അവര് ചില സമയത്ത് അവര് പറഞ്ഞ് മനസ്സിലാക്കുക, മോട്ടിവേറ്റ് ചെയ്യുക. അവരെ ആരെങ്കിലും അതേമാതിരി ഓരോരോ ഇതുണ്ടെങ്കിൽ അവര് മുമ്പാക്കം കൊണ്ടുവരിക. പിന്നെ വൺ ഓഫ് ദ മെയിൻ റീസൺ ബിഹൈൻഡ് എംപ്ലോയീസ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്, അതിനെ ജോബ് ലോസ്. പിന്നെ യെസ്, ദോസ് ഇൻവോൾവ് ഇൻ ടെക്നോളജിക്കൽ അഡ്വാൻസ് വരുന്ന സമയത്ത് ഇതേമാതിരി ഉണ്ടാവും. 100 ആൾ വർക്ക് ചെയ്യേണ്ട അടുത്ത് 50 ആൾ വേണ്ടി വരും, അല്ലേ? പൊട്ടൻഷ്യൽ ടു സേവ് കോസ്റ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. കാരണം എല്ലാം ഇപ്പൊ ഓൺലൈനിലാണല്ലോ. അപ്പൊ ക്ലറിക്കലിന്റെ ജോബ്
എല്ലാം ഓൺലൈനാണ്. മാൻ പവർ റിക്വയർമെന്റ് എല്ലാം റിട്ടേൺ ഒക്കെ ഓൺലൈനിലല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇൻകം ടാക്സിന്റെ റീഫണ്ട് 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക്. ഇപ്പോ എനിക്ക് ഫയൽ ചെയ്താൽ 20 ദിവസം അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ള റീഫണ്ട് ഓൺലൈൻ. പെട്ടെന്ന് എല്ലാ ഡേറ്റ അവിടെ ഉണ്ട്. ഓരോരോ മാസം അടയ്ക്കുന്നത് ഓരോരോ അക്കൗണ്ടിലുണ്ട്. അവർക്കത് ജസ്റ്റ് ഒന്ന് നോക്കും, അത് കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യും. 20 ദിവസത്തിനുള്ളിലാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ലേറ്റസ്റ്റ് പോലും എനിക്ക് കിട്ടിയത്. അതിന് മുമ്പേ അതെ 10-20 3 ആഴ്ചയുള്ളിൽ കിട്ടി. സീ ഹൗ പ്രോംപ്റ്റ് ദേ ആർ ത്രൂട്ട് ഇന്ത്യയുടെ ഇൻകം ടാക്സ്. ഓർക്കണം, ഇങ്ങനെ റീഫണ്ട് ചെയ്യണം. എത്ര ടെക്നോളജി, അതേമാരുടെ എഫിഷ്യൻസി കൂടി എന്നും കൂടി നോക്കണം. കാരണം വളരെ ലളിതമായിട്ടാണ് ഇപ്പൊ പോറും. പണ്ട് 5 പേജ് 6 പേജ് ഉണ്ടായിരുന്നു. സോ എംപ്ലോയീസിന്റെ ഹൈ പെർഫോമിങ്. പിന്നെ ഒരു കാര്യം, എത്ര കമ്പനി ചേഞ്ച് ചെയ്താലും നല്ല ആളുകളെ ഒരിക്കലും വിടില്ല കേട്ടോ. ഹാർഡ് വർക്ക് അതുകൊണ്ട് ആവശ്യമാണ്. എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അങ്ങനെ വിടില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഒരു കമ്പനി വെറും കല്ലുകൊണ്ടോ അല്ല മണലുകൊണ്ടോ ഉണ്ടാക്കുന്നല്ലോ, ആളുകളെ കൊണ്ടല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള നല്ല സ്കിൽഡ് മാൻ പവറിനെ ലൂസ് ചെയ്യാൻ ആരും അനുവദിക്കില്ല. ചേഞ്ചസ് ഇങ്ങനെ ഓർഗനൈസേഷന്റെ ലീഡ് ടു റീഡക്ഷനിങ് ദ പവർ ഇക്വേഷൻ. ചിലപ്പോ ഈ ചെയർമാനൊക്കെ ആ ജനറൽ അങ്ങനെ മാറും. ഈ ജനറൽ മാനേജർ ആ ജനറൽ മാനേജർ, കമ്പനി സിഇഒ മാറും. അതൊക്കെ സർവ്വസാധാരണയാണ്. ഓരോരോ കമ്പനി ഈ കമ്പനി ഏറ്റെടുക്കും, അപ്പൊ അവിടെ മാറും, ഓണർ മാറും. ഇപ്പൊ നോക്കുള്ളൂ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് അഡാനി, അതേമാതിരി വേറെ ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ ന്യൂഡൽഹി NDTV എഗെയിൻ അഡാനി, അങ്ങനെ മാറും. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് മാറും. അപ്രൂവിങ് ലോൺ ആപ്ലിക്കേഷൻ, പണ്ടൊക്കെ നമ്മുടെ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ബാങ്കില്. ഇപ്പൊ അതൊക്കെ മാറി മറിഞ്ഞ് ബാങ്കിലും എത്രയോ മാറ്റങ്ങൾ വന്നപ്പോൾ ഡിജിറ്റലായും വളരെ ലെസ് മാൻ പവർ ആണ് ഉള്ളത്. അതുകൊണ്ട് പണ്ട് 10-40 ആളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ 30 ആളുണ്ടായിരുന്നവർക്ക് വെറും 2-3 ആളുകൊണ്ട് ഒരു ബാങ്ക് ഫംഗ്ഷൻ ചെയ്യണം. ഓർക്കൂ എത്രത്തോളം നമ്മുടെ ടെക്നോളജി വികസിച്ചു. അപ്പൊ ഈവൻ വെൻ ഓർഗനൈസേഷൻ എംപ്ലോയീസ് നോ ദാറ്റ് ദേ ആർ അവേഴ്സ്. അപ്പൊ അതുകൊണ്ട് ചേഞ്ചസ് വരും. അപ്പോ വരുമ്പോ അതിന് നമുക്ക് ഗുണങ്ങൾ ഇപ്പൊ നോക്കൂ, നമ്മളെ കോവിഡ് ടൈമിൽ എങ്ങനെ ജീവിച്ച് എങ്ങനെ ക്ലാസ്സുകൾ എടുത്തിരുന്നു. ഞാൻ തന്നെ എത്ര ഓൺലൈൻ ക്ലാസ് എടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഓൺലൈൻ ക്ലാസ് അല്ല ഫിസിക്കൽ ക്ലാസ് വേണം പറഞ്ഞാൽ എവിടെ വന്നിട്ട് നിങ്ങൾ ഫിസിക്കൽ ക്ലാസ് എവിടെ കണ്ടക്ട് ചെയ്യുക? അന്യോന്യം തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, വാഹനമില്ല, ഒന്നുമില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇത് വരിക? അപ്പോ അപ്പോഴാണ് നമ്മള് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഓരോരുത്തർക്ക് ഇഗ്നോറിന്റെ ഞാൻ തന്നെ എത്ര എടുത്തു എനിക്കറിയില്ല. മനസ്സിലായോ? അപ്പൊ അത് സാഹചര്യത്തിനനുസരിച്ച് മാറാൻ പഠിക്കണം അതന്നെ എല്ലാവരും. സോ ചേഞ്ച് റീപ്ലേസ് സർട്ടൺ വിത്ത് അൺസർട്ടനിറ്റി. ചില സമയത്ത് അൺസർട്ടനിറ്റി ഉണ്ടാവും. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ? ഇപ്പൊ ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ചിലപ്പോൾ ഫിസിക്കൽ ക്ലാസ് മാതിരി ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം സംശയം ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല, ഇതിൽ സംശയം ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോൾ അൺസർട്ടനിറ്റി, ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നതിന് നിങ്ങൾക്ക് ഡൗട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതേമാതിരി പല ഇതുണ്ടാവും, ഡെഫിഷ്യൻസി ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ അത് നിവൃത്തിയില്ല, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. അടുത്ത് പിന്നെ ചിലപ്പോൾ റിസ്ക് എടുക്കണം. നമുക്ക് എല്ലാം സക്സസ് ആവണമെന്നില്ല, ചിലപ്പോൾ റിസ്ക് ഉണ്ടാവും. ചില സമയത്ത് ബാങ്കിലൊക്കെ ഈ ക്രെഡിറ്റ് ചിലപ്പോൾ നോൺ പെർഫോമിങ് അസറ്റ് കടം കൊടുത്താൽ തിരിച്ചു കിട്ടില്ല, എന്നിട്ട് അത് വേവ് ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണല്ലോ പല 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 സ്റ്റേറ്റിലായിക്കോട്ടെ, റൂറൽ ക്രെഡിറ്റ് ഇതിൻ്റെ ആയിക്കോട്ടെ, എല്ലാം കൊടുത്തത് മുഴുവൻ തിരിച്ചു കിട്ടുന്നില്ല. അങ്ങനെ ബാഡ് എന്താ പറയുക നോൺ പെർഫോമിങ് അസറ്റ് ആയിട്ട് പരിണമിച്ച് പിന്നെ അത് വേവ് ഓഫ് ചെയ്യുന്ന പല കാര്യങ്ങളും. അതെല്ലാം അപകടകരമായ ഇതാണ് നമ്മുടെ ധനസ്ഥിതി, എക്കണോമിക് കണ്ടീഷൻ. നമ്മുടെ ഇവിടെ തന്നെ എത്രയോ കോപ്പറേറ്റീവ് ബാങ്കിലെ ലോണെല്ലാം വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്ന. ശമ്പളം കൊടുക്കാൻ പോലും കാര്യമില്ല. സ്ട്രോങ് എക്കണോമിക്, അതായത് കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മള് ഗവൺമെന്റ് ആയാലും ശരി പ്രൈവറ്റ് ആയാലും ശരി ശ്രദ്ധാപൂർവ്വം നമ്മള് മണി ഇതൊക്കെ ഈ വലിയ നമ്മുടെ പ്രൈവറ്റ് കമ്പനിയായാലും ശരി, അത് നമ്മൾ ഇന്ന് ഫ്ലറിഷ് ആണെന്ന് വെച്ചാൽ നാളെ അത് കിട്ടും വരും. അപ്പം നല്ല എക്കണോമിക് അത് ഇതുണ്ടല്ലോ ബാലൻസ്, അതേമാതിരി വളരെ ഇതായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. മനസ്സിലായില്ലേ? സോ മോസ്റ്റ് ബാങ്ക്സ് എൻഷുർ ദാറ്റ് സെഗ്രിഗേഷൻ, ബാങ്കിനെ പറ്റിയിട്ടാണ്. ഓക്കെ, നൗ മാനേജിങ് ചേഞ്ച്. അപ്പൊ അതുകൊണ്ട് എന്താണ് വേണ്ടത്? ചേഞ്ചസിന് നമുക്കിത് കമ്മ്യൂണിക്കേഷനോടുകൂടി നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ചേഞ്ചസ് എന്തിനാണ്, ഇത് നല്ലതിന് വേണ്ടിയാണ്. അപ്പൊ ഇതിനെ ബാധിക്കുന്ന ആളുകൾ തമ്മിൽ സംസാരിക്കൂ. അതായത് ഒരു കമ്പനി നമ്മളെ BPCL എന്തോ പ്രൈവറ്റൈസ് ചെയ്യണം, എന്തുകൊണ്ട്
അതിന്റെ സ്റ്റേക്ക് ഹോൾഡർ എംപ്ലോയീസിനോട്, യൂണിയനോട്, ഡീലേഴ്സിനോട്, വേറെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കും എന്തിനു വേണ്ടിയിട്ട് അത് ചെയ്യുന്നതെന്ന്. സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതേമാതിരി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. ഞങ്ങളിത് വിൽക്കണു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിൽക്കണു, എന്തിന്, അതിന്റെ ഗുണങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കൂ. പിന്നെ ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും, ചില സമയത്ത് ഇൻസെന്റീവ് കൊടുക്കേണ്ടി വരും. അതായത് ചിലപ്പോ ആളുകളെ പിരിച്ചുവിടുകയാണ് വിചാരിക്കുക, വളണ്ടറി റിട്ടയർമെന്റ് കൊടുക്കുമ്പോൾ എക്സിലേഷൻ പേയ്മെന്റ് കൊടുക്കണ്ടേ, 45 ഓരോരോ കമ്പനി ഓരോ വിധത്തിൽ 2 മാസത്തെ അതേമാതിരി ഓരോരോ ശമ്പളം കൊടുക്കും. ഇപ്പോഴത്തെ പല കമ്പനികളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാനിപ്പുലേറ്റിംഗ് ദ ഫാക്ട്സ്, ചേഞ്ചസിൽ ചിലപ്പോൾ മാനിപ്പുലേഷനും നടക്കും. അപ്പൊ അത് ഫാക്ടിന്. പിന്നെ ബ്രൂട്ട് ഫോഴ്സ് പറഞ്ഞാൽ വളരെ റിജിഡ് ആയിട്ടുള്ള ഇത്, പിന്നെ വളരെ വളരെ എന്താ പറയണ്ടേ, സ്ട്രോങ് ആയിട്ടുള്ള എന്താ, പിന്നെ അതാണ് ബ്രൂട്ട് ഫോഴ്സ്. ഓക്കെ. പിന്നെ ക്രൂത്ത് വാല്യൂ, വൺ ഓഫ് ദ പൈനീസ് ഓഫ് ദ ലിവിൻ, അവർ പറയാണ് ഈ ചേഞ്ച് അതില് 3 സ്റ്റെപ്പ് ഉണ്ട്. അൺഫ്രീസ്, ചേഞ്ച്, റീഫ്രീസ്. അൺഫ്രീസ് പറഞ്ഞ ഇൻവോൾവ് ഇനാബിളിംഗ് പീപ്പിൾ ടു ലെറ്റ് ഗോ ദ സ്റ്റാറ്റസ്. അതേ അൺഫ്രീസ് പറഞ്ഞ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് അതേമാതിരി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് അൺഫ്രീസിങ്. ക്രൂത്ത് ലിവിൻ്റെ ആണ്. ഇറ്റ് ഇസ് നെസസറി ടു ഓവർകം ദ ഫോഴ്സസ് റെസിസ്റ്റൻസ്, അതായത് ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ഇന്ന് കണ്ടത് മാത്രം അതേമാതിരി നിലനിർത്തുക. അപ്പൊ പിന്നെ അൺഫ്രീസിങ് അതിനെ പറ്റിയിട്ടാണ്. പിന്നെ സ്റ്റാറ്റസ് കോ. സെക്കൻഡ് സ്റ്റെപ്പ്, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ചേഞ്ച്, അതായത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പുതിയ ഒരു ഇത് ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞ് അവയർനെസ് കൊടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിനെയാണ് ചേഞ്ച്. ചിലപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവും, അപ്പൊ അത് അവര് പറഞ്ഞു മനസ്സിലാക്കി ആക്ച്വൽ ഇംപ്ലിമെന്റ് പ്രവേശിക്കുന്ന ആ സ്റ്റേജിനെയാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ദ ചേഞ്ച് ബിക്കംസ് റിയൽ ആൻഡ് പീപ്പിൾ ഗെറ്റ് എക്സ്പോസ്ഡ് ടു ദ ന്യൂലി. അപ്പൊ അവര് അത് മനസ്സിലാക്കി ന്യൂ റിയാലിറ്റി പറ്റിയിട്ടും മനസ്സിലാക്കും. അടുത്തത് ഫൈനൽ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ആ മാറ്റങ്ങൾ നിലനിർത്തുക, അതാണ് സ്റ്റാറ്റസ്, അപ്പോഴത്തെ സ്റ്റാറ്റസ് കോ. അപ്പൊ മാറ്റങ്ങളോട് കൂടിയുള്ള സ്റ്റാറ്റസ് കോ. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, അൺഫ്രീസ് സ്റ്റാറ്റസ് കോ, ചേഞ്ച് മാറ്റങ്ങൾ, റീഫ്രീസ് പറഞ്ഞാൽ അത് പുതിയത് നിലനിർത്തുക, പുതിയ മാറ്റങ്ങളിൽ. പോസിറ്റീവ് എൻഫോഴ്സ്മെന്റ്, അതാണ് അതർ സൈഡ് ഓഫ് ദ ലിവിൻ സോ. അപ്പൊ ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ഫോഴ്സ് റെസ്ട്രെയിൻ ചെയ്യും, കോമൺലി കാൾഡ് റെസിസ്റ്റൻസ്. ചിലപ്പോൾ ചേഞ്ചസ് അത്രത്തോളം എളുപ്പമല്ല, ആളുകൾ അത് സ്വീകരിക്കില്ല, ബിക്കോസ് ദ ട്രൈ ടു ബ്ലോക്ക്. ചില സമയത്ത് ഇത്തരത്തിൽ പാടില്ല എന്ന് പറയും. ഇപ്പൊ നാഷണലൈസേഷൻ, ഓരോരോ ബാങ്കൊക്കെ നാഷണലൈസ് ചെയ്യണം, പ്രൊട്ടസ്റ്റും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇൻഷുറൻസ് കമ്പനിയുടെ. അത് കാരണം അവർ പേടിച്ചിട്ടാണ് അവർ ജോലി പൂച്ചിട്ട്, സെക്യൂരിറ്റി ഓഫ് ജോബ് പൂച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ സ്റ്റെബിലിറ്റി occurs when driving retaining forces are roughly equilibrium, that is they are approximately equal strength in opposite. ചിലപ്പോ ഈ ഒപ്പോസിഷൻ എന്തിനാണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അത് അനിവാര്യമാണ്, അത് അവരുടെ പേടി കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇനി അപ്പൊ എസ്റ്റാബ്ലിഷ്, ചിലപ്പോ മാറ്റങ്ങൾ അർജൻസി കൊണ്ട് വരും, ചിലപ്പോ പുതിയ വിഷനായിരിക്കും, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം, പവർഫുൾ കൊല്യൂഷൻ എല്ലാവരോടും ചിലപ്പോൾ പറ്റാതെ വരും, കാരണം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അനുവദിക്കില്ല. ചിലപ്പോൾ അതേമാതിരി വിഷൻ വേണം, പ്ലാൻ വേണം, കൺസോളിഡേറ്റ് ചെയ്യണം, ചേഞ്ചസ് അതില് മാറ്റങ്ങൾ വരുത്തണം. അപ്പൊ ഇത് എന്താണ് പറയുന്നത്, ജോൺ കോട്ടർ അനലൈസ് ദി കോമൺ മിസ്റ്റേക്സ്. നമ്മുടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോ സെൻസ് ഓഫ് അർജൻസി, ക്രിയേറ്റ് ന്യൂ വിഷൻ, പവർഫുൾ കൊല്യൂഷൻ. ചിലപ്പോ പെട്ടെന്ന് എളുപ്പമല്ല, കമ്മ്യൂണിക്കേഷൻ ദ വിഷൻ, എംപവർ ടു ആക്ട് ദ വിഷൻ, പ്ലാൻ ഫോർ ആൻഡ് ക്രിയേറ്റ് ഷോർട്ട് ടേം വിൻസ്. ചിലപ്പോ ഷോർട്ട് ടേം ആയിട്ടുള്ള ലാഭമായിരിക്കും. പിന്നെ ഇംപ്രൂവ്മെന്റ് കൺസോളിഡേറ്റ് ചെയ്യുക. അതേമാതിരി ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം. ചേഞ്ചസ് മനസ്സിലായില്ലേ, ഓരോരോ ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി ഈ ചാപ്റ്ററിൽ ഓർഗനൈസേഷൻ ചേഞ്ച് ഫോർ എ നമ്പർ ഓഫ് ഡിഫറെന്റ് റീസൺ അല്ലേ, പല കാര്യങ്ങൾക്ക് വേണ്ടി ചേഞ്ചസ് വരും. സോ ദേ ഹാവ് ടു ചേഞ്ച് ദെയർ സ്ട്രാറ്റജി, സ്ട്രക്ചർ, HR പോളിസി, ടെക്നോളജി. അപ്പൊ എല്ലാ മാറ്റങ്ങളും വരും. അപ്പൊ ചേഞ്ചസ് in one of the areas will often necessitate changes. According to പീറ്റർ ഡ്രക്കർ പറഞ്ഞ മഹാനായ നമ്മുടെ MBO ഇതൊക്കെ കൺസെപ്റ്റ് ഉണ്ടാക്കിയ പീറ്റർ ഡ്രക്കർ 1963 അദ്ദേഹം പറയുന്നത്, there is nothing quite so useless as doing with great efficiency something that should not be done at all. So many organizations understand this and they periodically assess and change what they are doing. അപ്പൊ എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് അറിയാം, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. There are driving forces and opposing. ചിലരെ ഒപ്പോസ് ചെയ്യും. അപ്പോ റിലേഷൻ ടു ചേഞ്ച്,
അപ്പൊ ചേഞ്ചസ് യൂഷ്വലി സക്സീഡ്. ചിലപ്പോ ചേഞ്ച് നടക്കും. ഓക്കെ, വെൻ ദി ഡ്രൈവിംഗ് ഫോഴ്സസ് ആർ പവർഫുൾ and the organization manages to temper down the opposing force. അപ്പൊ മാനേജ്മെന്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒപ്പോസിഷനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ആ ചേഞ്ചസ്, അനിവാര്യമായ ആ ചേഞ്ചസ് കമ്പനിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. യെസ്, താങ്ക് യു വെരി മച്ച്.